Hi, I'm Abu Nabhan. പരിചയപ്പെടുത്തു. Hi, I'm Fahim Razi. അത് ഫഹീം റാസി. Yes. ആൻഡ് ഫഹീം റാസിക്ക് ഞാനൊരു ഇൻട്രോ കൊടുക്കുകയാണ്. ഫഹീം റാസി എന്ന് പറയുന്നത് നമ്മളെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ആൻഡ് ഫഹീം എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ദുബായിൽ TBWA-യിലാണ് ഫഹീം വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഒരു ഫ്രീലാൻസ് ഡിസൈൻ കമ്മ്യൂണിറ്റീനെ കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ വേറെ പ്രൊഡക്ഷൻ പരിപാടികൾ, ആനിമേഷൻ സ്റ്റുഡിയോ ഉണ്ട്. ആൻഡ് ഇപ്പോൾ മെന്റർഷിപ്പും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും പരിപാടികൾ ചെയ്യുന്ന ഒരാളാണ് നമ്മളെ കൂടെ ഇന്ന് ഗസ്റ്റ് ആയിട്ടുള്ളത്. ആൻഡ് എനിക്ക് തോന്നുന്നു ലൈക്ക് ഫസ്റ്റ് ഇപ്പോൾ ഫഹീം ഡിസൈൻ സ്കൂളിലേക്ക് ജോയിൻ ചെയ്യുന്നത് ബ്രാൻഡ് ഡിസൈനിങ് പഠിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. ബ്രാൻഡ് ഡിസൈനറിൻ്റെ ജേർണി എന്ന് പറയുന്നത് ലൈക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമുണ്ട്, ബ്രാൻഡ് ഡിസൈനിങ് എപ്പോഴും തീരൂല, പഠിച്ചു കഴിഞ്ഞാൽ തീരൂല. ഫഹീം വന്നിട്ട് ഫഹീമിൻ്റെ വർക്ക് കാണിച്ചപ്പോൾ തന്നെ നമ്മളൊക്കെ ഇങ്ങനെ ഓക്കെ ഇപ്പോൾ ഉണ്ട് കേട്ടോ, അപ്പം പരിപാടി ഉള്ളൊരാളാണെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് കുറേ സൈഡ് അറിയണം. ഫഹീം ഇപ്പോൾ പറഞ്ഞ ഫ്രീലാൻസർ ആയിട്ടുള്ളതും പിന്നെ എന്താ പറയുക ഒരു ക്രിയേറ്റീവ് എക്കോസിസ്റ്റം ഫഹീമിൻ്റെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് അതാണ്. ഫഹീമിൻ്റെ അങ്ങനത്തെ നെറ്റ്വർക്ക് ഉണ്ട്, എല്ലാ ടൈപ്പ് ഓഫ് ക്രിയേറ്റീവ് ഫീൽഡിലുള്ള ആൾക്കാരും ഫഹീമിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ വരുന്നത്, ഫഹീം എങ്ങനെ ഈ ഫീൽഡിലേക്ക് എത്തി? വെരി ഷോർട്ടായിട്ട് പറഞ്ഞാൽ മതി. ലൈക്ക് നമ്മൾ എനിക്ക് കൂടുതലും ചോദിക്കേണ്ടത് ദുബായിത്തെ സിറ്റുവേഷനാണ്. ഓക്കെ, എൻ്റെ ജേണി എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഞാൻ അങ്ങനെ ഒരു ഡിസൈനറായിട്ട് വന്നതല്ല, അല്ലെങ്കിൽ ഡിസൈൻ ബാക്ക്ഗ്രൗണ്ട് ബേസ് ചെയ്തിട്ട് വന്നതല്ല. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഫാമിലി എല്ലാവരും എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ്, അധികം എൻജിനീയേഴ്സ് അല്ല. അപ്പോൾ ഞാൻ എൻജിനീയർ ആവും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്നെ ക്യാൻവാസ് ചെയ്ത് എങ്ങനെയായിരുന്നു. പക്ഷേ ഒരു പോയിന്റിൽ നിന്ന് എനിക്കൊരു ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഫ്രണ്ടിനെ കിട്ടി. ഞാൻ JDയിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഫ്രണ്ടിനെ കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു ഡൈവേർഷൻ വന്നു, അല്ലെങ്കിൽ ഒരു പുതിയൊരു ഏരിയ എനിക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എൻ്റെ ഇങ്ങനത്തെ പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ള അവൻ ത്രൂ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനൊരു ഡിസൈനറായി. ഒരിക്കലും ഞാൻ പഠിച്ച ഡിസൈനർ ആയതല്ല, വർക്ക് ചെയ്ത് ഫ്രീലാൻസ് ചെയ്ത് അങ്ങനെ വന്നൊരു ഡിസൈനറാണ്. അതാണ് ആക്ച്വലി ജേർണി എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ ലൈക്ക് ഒരു അക്കാഡമിക് സ്റ്റഡി പഠിച്ചിട്ടല്ല ഡിസൈനർ ആയത്. ഫസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ലൈക്ക് ഫ്രീലാൻസിങ് ആയിരിക്കും അല്ലേ? ഫ്രീലാൻസ് ചെയ്തിട്ട് പിന്നെ സെൽഫ് സ്റ്റോട്ട് ആയിട്ടുള്ള ഡിസൈനേഴ്സ് ആണ്. എനിക്ക് തോന്നുന്നു നമ്മൾ കൂടെ ഉള്ള ഇപ്പോൾ മെൻറ്റേഴ്സ് ആണെങ്കിലും എനിക്കറിയുന്ന കൂടുതൽ ആൾക്കാരും സെൽഫ് സ്റ്റോട്ട് ആയിട്ടുള്ള ഡിസൈനേഴ്സ് ആണ്. അപ്പോൾ അവർ ലാക്ക് ചെയ്യുന്ന കുറേ ഏരിയാസ് ഉണ്ടാവും, അവർ ലാക്ക് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഞാൻ പറയലുണ്ട്, ഞാൻ എൻ്റെ ഫ്രസ്ട്രേഷനാണ് തീർക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതുപോലെ ലൈക്ക് ആ ഒരു ടൈമിൽ, ആ ഒരു പീരീഡിൽ എന്താണ് ഫഹീം ലാക്ക് ചെയ്തത്? ലൈക്ക് ഇപ്പോൾ ഫഹീം വർക്ക് ചെയ്യുന്നത് ദുബായിലൊരു കമ്പനിയിലാണ്, ഒരു ഇൻ്റർനാഷണൽ എക്സ്പോജറൊക്കെ കിട്ടിയ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ ലൈക്ക് അവിടത്തേക്ക് എത്താനുള്ളൊരു ജേർണി ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ലാക്ക് ചെയ്ത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടെ എങ്ങനെ എത്തി എന്നുള്ളൊരു പരിപാടി ഒന്ന് പറഞ്ഞല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ TBWയിൽ അപ്രോച്ച് ചെയ്തതിന് മുന്നേ ആസ് എ ഡിസൈൻ കരിയറായിട്ട് ചൂസ് ചെയ്ത പാർട്ട് മുതൽ പറയുകയാണെങ്കിൽ ഓക്കെ, ഇത് ഒരു കരിയറാണെന്ന് ഞാൻ റിയലൈസ് ചെയ്തു. അപ്പം ആ ഒരു മൊമെൻറ്റിൽ എന്താ പറയുക, ഓക്കെ നമുക്ക് വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ എനിക്കൊരു പോയിന്റിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, ഓക്കെ നമുക്ക് ഇത് ഇവിടെ ലാക്ക് ചെയ്യുന്നുണ്ടോ. പക്ഷെ എന്നാലും അതങ്ങനെ എക്സാക്റ്റ് ആയിട്ട് തോന്നിയില്ല. കാരണം നമ്മൾ ഡേ ബൈ ഡേ ഫ്രീലാൻസിങ് ആണ്. കാരണം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ കുറേ പേര് സ്റ്റാർട്ടപ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ സ്പെഷ്യലൈസ് ഈദ് മുബാറക്ക് ഉണ്ടാക്കാനും ഹാപ്പി ഓണം ഉണ്ടാക്കാനും അപ്പോൾ അങ്ങനെയൊക്കെ വന്നൊരു ഡിസൈനറാണ്. അപ്പം അതിൽ നിന്ന് അവരെ ക്രിട്ടിസൈസും അല്ലെങ്കിൽ അവരെ തോട്ട്സ് നിന്നാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി വളർന്നതെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കുറച്ചും കൂടി എക്സ്പോസ്ഡ് ആയതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ കുറേ റിപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കാറുണ്ട് ഈ കുറേ ആർട്ടിസ്റ്റുകളുടെ വർക്ക്സ്, ഡിസൈനേഴ്സിൻ്റെ വർക്ക്സ്, ഏജൻസീസിൻ്റെ വർക്ക്സ്, കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്, ഡീറ്റെയിൽസ് നോക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു പോർട്ട്ഫോളിയോ റോഡ് മാപ്പാണ് എൻ്റെത്. അപ്പം അങ്ങനെ പോയി ലാസ്റ്റ് TBWയിൽ കിട്ടുന്ന സമയത്ത് ആക്ച്വലി എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു TBW. ആക്ച്വലി ഞാൻ കോവിഡിൻ്റെ സമയത്ത് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഓക്കെ TBW കയറണം. കാരണം എൻ്റെ ഒരു റെഫറൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഏജൻസി ഉണ്ടെന്നുള്ള. അപ്പം ഞാൻ ആ ഒരു പേസിൽ അവരെ എങ്ങനെ അതിലേക്ക് എത്താം, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം അവിടേക്ക് അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നോക്കി. അങ്ങനെ
അങ്ങനെ ആയി എന്ന് പറയാം. എങ്ങനെ ഇപ്പോൾ എക്സാക്ട് റൂട്ട് എന്ന് പറയുമ്പോൾ പാഷൻ്റെ ആവാം, അല്ലെങ്കിൽ ഓക്കെ നമുക്ക് ഇന്നൊരു സംഭവം വേണം എന്ന് ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ ഒരു ഫോക്കസ് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നേടണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു എയിം വെച്ചിട്ട് പോയിരുന്നല്ലേ? എക്സാക്ട്ലി. ഓക്കെ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ലൈക്ക് നമ്മൾ ഒരിടത്ത് എത്താന്ന് പറയുന്നത് ഓക്കെ ഒരു ഫേസാണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് പറയുന്നത് 10ാം ക്ലാസ് ഒരു ടേണിംഗ് പോയിന്റ് ആണ്, പ്ലസ് 2 ആണ്. അപ്പോൾ ഈ ജോബിലേക്ക് കയറാമെന്ന് പറയുന്നതും ഒരു ടേണിംഗ് പോയിന്റാണ്. അപ്പോൾ അത് കയറി ആ ഒരു ലൈക്ക് ടേണിംഗ് പോയിന്റ് എത്തി, അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പരിപാടി ചിന്തിക്കുന്നുണ്ടാവുക സർവൈവ് ചെയ്യാനായിരിക്കും അല്ലേ? ഇപ്പോൾ ഉള്ളിടത്ത് ലൈക്ക് അത് കമ്പനീൻ്റെ എക്കോസിസ്റ്റമായിട്ട് നമ്മൾ സർവൈവ് ആവണം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പരിപാടിയിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വർക്കിൽ എനിക്ക് സർവൈവ് ആവണം എന്നുള്ളത്. അപ്പോൾ കമ്പനിയിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് വർക്കാണ്, എങ്ങനത്തൊക്കെയാണ് ചെയ്യുന്നുള്ളത്, അവിടെ ഫൈമിൻ്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് വന്നത്, അവിടുത്തെ ഒരു ജേർണി പറയാം എങ്ങനെയാണുള്ളത്? TBWയിൽ എക്കോസിസ്റ്റം അത്യാവശ്യം അടിപൊളിയാണ്, ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. അപ്പം വർക്കിംഗ് കൾച്ചറിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, ഡിസൈനറാണ്. അപ്പം അറിയാലോ, ഡിസൈനറിൻ്റെ ജോലി ഡിസൈൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇപ്പം മെല്ലെ ആർട്ട് എന്നുള്ള ഇതിലോട്ടേക്ക് മാറുന്നുണ്ട്. അപ്പം ആ സിനാരിയോയിൽ വരുമ്പോൾ കുറേ ഡെലിവറബിൾസ് ചെയ്യാം, കുറച്ചുകൂടി സ്ട്രാറ്റജിക് പാർട്ടിലോട്ട് വർക്ക് ചെയ്യാം എന്നുള്ള എനിക്കൊരു വലിയൊരു ആഗ്രഹമുള്ള ഒരു പാർട്ടാണ്. അപ്പം ഇപ്പം നിലവിൽ ഡിസൈൻസ് ആണ് ചെയ്യുന്നത്, ഗ്രാഫിക് ഡിസൈനിങ് ആണ് എൻ്റെ ഒരു ഡെസിഗ്നേഷൻ. അപ്പം അതിന് ബേസ് ആയിട്ടുള്ള ഡിസൈൻസ് പരിപാടീസ് ആണ്. ഇപ്പം ക്യാമ്പയിന് പോകുന്ന ഡിസൈൻസ്, KVs വർക്ക് ചെയ്യാം, കീ വിഷ്വൽസ് വർക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലിൻ്റെ ഒരു പരിപാടി. അതാണ് പിന്നെ ക്രിയേറ്റീവ്സ് കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പോൾ ലൈക്ക് ഇപ്പോൾ ഫഹീം അവിടെ വർക്ക് ചെയ്ത ഒരു പ്രോജക്റ്റിൽ ഫൈമിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു, ലൈക്ക് അവിടുത്തെ അല്ലെങ്കിൽ ഔട്ട് വന്ന സമയത്ത് ഫസ്റ്റ് ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്? അത് ആക്ച്വലി ഞാൻ ജോയിൻ ചെയ്ത മുതൽ ഞാൻ വർക്ക് ചെയ്തതിനുള്ള അക്കൗണ്ട് കിൻഡർ ആയിരുന്നു എൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. കിൻഡറിന് ആ ഒരു ടൈമിൽ കിൻഡറീനിൻ്റെ പാക്കറ്റ്സ് ആ ഒരു ലോഞ്ചിങ് പരിപാടിയായിരുന്നു, പ്രീ ലോഞ്ചിൻ്റെ ഒരു ടൈമായിരുന്നു. അപ്പം ആ ടൈമിൽ കിൻഡറീനിൻ്റെ ലോഞ്ച് ക്യാമ്പയിനിലുള്ള മേജറായിട്ടുള്ള കീ വിഷ്വൽസും ഡിസൈൻസും അതുപോലെ ഔട്ട്ഡോറിനൊക്കെ വേണ്ടിയിട്ടുള്ള POSMs കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വലിയൊരു എക്സ്പീരിയൻസ്. കാരണം ആ വർക്ക് ചെയ്ത് അത് റിലേറ്റ് വന്ന സമയത്ത് എൻ്റെ ഉമ്മ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇത് ചെയ്താണ് എന്ന് പറഞ്ഞിട്ട് ഉമ്മ കുറേ സ്റ്റാറ്റസ് കിട്ടിയിട്ട് ഭയങ്കര അടിപൊളിയായത്. അത് നമ്മളിവിടെ സ്റ്റുഡൻസിൻ്റെ വർക്ക് നമ്മളെ പേജിൽ ഷോക്കേസ് ചെയ്യും, സ്റ്റുഡൻറ്റ് വർക്ക് പറഞ്ഞിട്ട്. നമ്മൾ ആക്ച്വലി ലൈക്ക് ഓക്കെ നമ്മൾ സ്റ്റുഡൻസിൻ്റെ കേപ്പബിലിറ്റി കാണിക്കുക എന്നുള്ളത്, പക്ഷേ ഇത് ഭയങ്കര എന്താ പറയുക, അവർക്ക് ഭയങ്കര ഇമോഷണലി അത് കിട്ടുന്നുണ്ട്. ലൈക്ക് അത് നമുക്കും കിട്ടിയിട്ടുണ്ട്. എനിക്ക് മിനിയാന്ന് ഒരു സ്റ്റുഡൻറ്റ് ആള് ഇൻറ്റേൺഷിപ്പ് ചെയ്യാണ്, പുറത്ത് ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. അപ്പോൾ ആള് ചെയ്ത വർക്ക് റീലായിട്ട് ക്ലയൻറ്റ് ഇട്ടിട്ടുണ്ട്, എന്നിട്ട് അതൊക്കെ അയച്ചിട്ട് എൻ്റെ ഫസ്റ്റ് വർക്ക് ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു മൊമെൻ്റ് ആണ് ആ ഒരു ഫസ്റ്റത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ലൈക്ക് എന്താ പറയുക, ഫസ്റ്റത്തെ വർക്ക് ക്രിയേറ്റീവ് ആണോ അല്ലെങ്കിൽ ഇങ്ങനെ ആവണം അങ്ങനെ ആവണം അതൊന്നും ചിലപ്പോൾ ചിന്തിക്കൂല. ചിലപ്പോൾ ഒന്നും ഇങ്ങനെ ഓക്കെ നമ്മൾ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളൊരു സാധനമാണ് വരുന്നുണ്ടാവാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്, ലൈക്ക് ഫഹീം ഒരു നല്ലൊരു ബ്രാൻഡ് ഡിസൈനറാണ്. ഓക്കെ. അപ്പോൾ ലൈക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ ഇവിടെ സ്റ്റുഡൻസിൻ്റെ ലൈക്ക് ഓൾറെഡി മെൻറ്റർഷിപ്പ് ഇപ്പോൾ ചെയ്യുന്നതുകൊണ്ട് നമ്മളിപ്പോൾ സ്റ്റുഡൻസിന് എന്തെങ്കിലും ബ്രാൻഡ് പ്രോജക്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ ഞാനൊരു സജഷൻ കൊടുക്കും. ഓക്കെ, ഫൈമിൻ്റെ അടുത്തും കൂടി അല്ലെങ്കിൽ ഫൈമിനൊന്ന് കാണിച്ചു കൊടുക്കാം. നമ്മൾ ലാസ്റ്റ് ടൈം ലൈക്ക് കായ് എന്ന് പറയുന്ന ബ്രാൻഡിനെ വർക്ക് ചെയ്തപ്പോൾ ഫൈമിൻ്റെ അടുത്തും കൂടി ഒന്ന് ഒപ്പീനിയൻ എടുക്കാവുന്നത്. ആൻഡ് നിങ്ങളും ഈ പറഞ്ഞ പോലെ നമ്മളന്ന് ക്ലയൻറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോഴും ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ലൈക്ക് പ്രസ്ലീൻ്റെ അടുത്ത് നിന്ന കാര്യങ്ങളാണ്, ഫൈമിൻ്റെ അടുത്ത് നിന്ന കാര്യങ്ങളാണ്, ഇന്ന സംഭവങ്ങളാണെന്നുള്ളതൊക്കെ. അപ്പം ആസ് എ ബ്രാൻഡ് ഡിസൈനർ ഫഹീമിൻ്റെ വർക്ക് ലൈക്ക് ഇപ്പം നമ്മൾ ലോഗോ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ബ്രാൻഡിങ്ങൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എവിടെയാണ് എക്സൈറ്റഡ് ആവാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രാൻഡ് നമ്മൾ കൊടുത്ത അതേ ലൈഫിൽ തന്നെ ലൈക്ക് അതേ ലൈഫിൽ ഇങ്ങനെ വരിക എന്നുള്ളത്, നമ്മൾ കൊടുത്ത പോലെ വരിക എന്നുള്ളത്. അപ്പോൾ ഫൈമിന് അങ്ങനത്തെ ഒരു മൊമെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? ആൻഡ് ലൈക്ക് അത് ആ ഒരു ബ്രാൻഡിന് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണുള്ളത്? അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ എന്താ പറയുക, ഞാൻ അധികം വർക്ക് ചെയ്ത ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഫോറിൻ ബേസ് ആയിട്ട്, ഇപ്പോൾ ഓസ്ട്രേലിയ എന്നൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ബ്രാൻഡിങ് പ്രോജക്ട്സ് വർക്ക് ചെയ്തത്. പക്ഷെ ഞാൻ ഇവിടെ ചെയ്തൊരു ബ്രാൻഡിങ് ഉണ്ടായിരുന്നു, ഒരു ഫുഡ് ട്രക്കാണ്. അത് ആക്ച്വലി അത് അവർ ചെയ്ത് കഴിഞ്ഞു. ആ ട്രക്ക് ഞാൻ നേരിട്ട് പോയി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അത് കുറച്ച് എക്സ്പെരിമെൻ്റിലായിരുന്നു. കാരണം നാട്ടിൽ
ഉള്ളൊരു ഫുഡ് ട്രക്കാണ്. അപ്പം നാട്ടിലത്തെ ഒരു റെഗുലർ ഫുഡ് ട്രക്കിന് ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഡിസൈൻ അയക്കണം. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ച് കുറച്ചുകൂടി ഒരു ഗട്ട് ഫീലിംഗ് കഴിഞ്ഞ സംഭവമാണ്. അത് ഞാൻ റിയൽ ആയിട്ട് പോയി കണ്ടപ്പോൾ എനിക്ക് അല്ലല്ല അത് കൊല്ലത്താണല്ലേ. കൊല്ലം ആലപ്പുഴ റീജിയനിലാണ് ഇപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ, അവർ ലോഞ്ചിങ് പരിപാടിയിലാണ്. പക്ഷെ ട്രക്ക് അവർ പ്രിന്റ് ചെയ്ത് വന്നപ്പോൾ അത്യാവശ്യം അടിപൊളിയായിരുന്നു, കുറച്ച് ഹെവി ആയിരുന്നു അത്. ഓക്കെ ലൈക്ക് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഫൈവ് ദുബായിത്തെ ക്ലയൻറ്റിൻ്റെ കൂടിയും ഇവിടുത്തെ ക്ലയൻറ്റിൻ്റെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവില്ലേ? എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ ഇവിടുത്തെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ കൊറോണയ്ക്ക് ശേഷം ബ്രാൻഡ്സ് ഒക്കെ ഇപ്പോൾ കുറേ സ്റ്റാർട്ടപ്പുകൾ വന്നിട്ടുണ്ട്. കൊറോണയ്ക്ക് ശേഷം കുറേ സ്റ്റാർട്ടപ്പുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പുകളൊക്കെ ലൈക്ക് ഒരു വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൾക്കാരുടെ അടുത്ത് എത്തുന്നുണ്ട്, ആൾക്കാർ പഠിക്കുന്നുണ്ട്, ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബിസിനസ്സിന് വേണ്ട സെയിൽസും കാര്യങ്ങളൊക്കെ മാർക്കറ്റിങ്ങിലൂടെ പെട്ടെന്ന് കിട്ടുന്നത്, ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട് മാർക്കറ്റിങ്ങിലൂടെ. ഞാനിവിടെ ഈ ബ്രാൻഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്രാൻഡൊക്കെ തിരിച്ചു വരും. ഓക്കെ, റീബ്രാൻഡിങ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു ബ്രാൻഡ് എത്രത്തോളം ബ്രാൻഡിങ്ങിന് അവെയറാണ്, അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസും ദുബായിലുള്ള ഒരു ബ്രാൻഡ്, ഇപ്പോൾ ദുബായിൽ ഓൾറെഡി ഉള്ള അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ലെവലുള്ള ബ്രാൻഡ് ആയിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടോന്ന് ഇവിടെ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം ഉണ്ടാവില്ലേ? കറക്റ്റ്, അത് ഞാനത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പുറത്തുള്ള ആൾക്ക് കുറച്ചുകൂടെ എക്സ്പോസ്ഡാണ്, അല്ലെങ്കിൽ അവർക്ക് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലത്തെ ഒരു ക്രിയേറ്റീവ് സൈഡ് നോക്കണേ, നമ്മുടെ നാട്ടിൽ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, നല്ല രീതിയിൽ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, നല്ല രീതിയിൽ ഐഡിയാസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരാരും ഷോക്കേസ് ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ് ലാക്ക് കൊണ്ടോ ആസ് എ ഡിസൈനർ അല്ലെങ്കിൽ ആസ് എ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ എന്താ പറയുക പേഴ്സണൽ ബ്രാൻഡിങ് ലാക്ക് ചെയ്തുകൊണ്ട് അവരോട് എത്താതെ പോയ കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ ഇപ്പോൾ അഗൈൻ നിങ്ങൾ പറഞ്ഞ പോലെ എന്താ പറയുക ഒരു ക്ലയൻറ്റിൻ്റെ ബേസ് ആയിട്ട് പറയുമ്പോൾ എന്താ പറയുക ഇതാണ്, അവർ കുറച്ചുകൂടി എക്സ്പോസ്ഡ് ആണ്. ആക്ച്വലി നാട്ടിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇൻപുട്ട് ഇല്ലായിട്ടല്ല, പക്ഷെ എന്താ പറയുക പുറത്തുള്ളവർ ആർട്ടും പിന്നെ അതുപോലെ വേറെ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്ത് കുറേ കൾച്ചർ ബേസ്ഡുള്ള ആൾക്കാരുണ്ട്. അവരുടെ തോട്ട്സ് അവരുടെ പെർസ്പെക്റ്റീവ് കാര്യങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി ആൾക്കാർക്ക് കുറച്ചുകൂടി എന്താ പറയുക വൈഡായിട്ടുള്ളൊരു നോളജ് കിട്ടുന്നുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി നാട്ടിൽ കുറച്ച് കുറവാണ്. കാരണം നാട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആൾക്കാർ വരുന്നത് കുറവാണ്, ആർട്ടിസ്റ്റുകൾ കുറവാണ്. നമ്മൾ കുറേ എന്താ പറയുക അത് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ വീട്ടിൽ ഇപ്പോഴും ഉള്ളൊരു സാധനമാണ് എഞ്ചിനീയറിംഗ് പോകാൻ ഡോക്ടർ പോകാന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ കമ്മ്യൂണിറ്റി ഗ്രോ ആവാണ്ട് നിന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൈസ ഉണ്ടാക്കുന്ന ഫീൽഡല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ് ആക്ച്വലി ഈ പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റീനെ അങ്ങോട്ട്. കാരണം അങ്ങനെ ഫ്രീലാൻസിങ് കരിയറിൽ കുറേ പൈസ ഉണ്ടാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഉണ്ട്. യെസ്, അതിൻ്റെ പരിപാടി അങ്ങനെയാണല്ലേ. അതെ. അപ്പോൾ ഇത് ലൈക്ക് ഇപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ദുബായിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ എന്താ പറയുക ബ്രാൻഡ് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഫ്രീലാൻസിങ്ങും കൂടിയുണ്ട്. അപ്പോൾ ഫ്രീലാൻസിങ് കരിയർ എങ്ങനെയുണ്ട്? ഫ്രീലാൻസിങ് കരിയർ എന്തുകൊണ്ട്? ഫ്രീലാൻസിങ് കരിയർ അടിപൊളിയാണ്. കാരണം നമ്മളൊരു ഏജൻസി ഓറിയൻറ്റഡ് ടു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക ആക്ച്വലി ഏജൻസിയിൽ നമുക്ക് കുറേ സ്പേസ് ഉണ്ട്, നമുക്ക് ഭയങ്കരമായിട്ട് വൈഡായിട്ട് നമുക്ക് കൊണ്ടുവരാം. അത് എക്സിക്യൂഷൻ ലെവലിൽ നമുക്ക് ചിന്തിക്കാനും പറ്റും. പക്ഷെ ഫ്രീലാൻസിങ് കരിയറിൽ ഞാൻ എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്തൊരു ഹൈ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് കംപ്ലീറ്റ്ലി പുൾ ഓഫ് ചെയ്യുന്നൊരു ഫീല്, പിന്നെ അതുപോലെ നമ്മളതായിട്ടുള്ളൊരു തോട്ട് പ്രോസസ്സിൽ നമ്മൾ ഒരു ബ്ലോക്ക് ഇല്ലാണ്ട് നമ്മളെ ഐഡിയാസും നമ്മളെ കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നൊരു ഫീലിംഗ് കിട്ടിയിട്ടുണ്ട്. ഏജൻസിയിൽ കിട്ടൂല എന്നല്ല, പക്ഷെ ഏജൻസിയിൽ ഒരു ഏരിയ വരെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും. പിന്നെ എക്സ്ട്രാ മണി. ഫ്രീലാൻസിങ് കരിയറിൽ നമുക്ക് ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് വർക്ക് ആവുന്നുണ്ട്. ശരിക്കും നമ്മൾ ഏജൻസിയിൽ വർക്ക് ആവുന്നതിന് കൂടുതലും ഫ്രീലാൻസിങ് കരിയറിലാണ് എനിക്ക് കൂടുതലും എക്സ്പോഷർ ഉള്ളത്. ഓക്കെ, ഫ്രീലാൻസിങ് കരിയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റുഡൻസൊക്കെ ഫ്രീലാൻസിങ് കരിയർ ചൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ലൈക്ക് ഒരിടത്ത് പറയുന്ന ഒരു സാധനമാണ്, നിങ്ങൾ ഫ്രീലാൻസിങ് കരിയർ ചൂസ് ചെയ്തോ, ബട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ നിങ്ങൾ ഡിസിപ്ലിൻഡ് ആവണം എന്നുള്ളത്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഫ്രീലാൻസിങ് കരിയറിൽ ഡിസിപ്ലിൻഡ് ആവാണ്ട് പരിപാടി നടക്കില്ല. അത് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ലൈക്ക് ഇപ്പോൾ ഓഫീസിൽ പോയി നമ്മളൊരു വർക്കിലാണ് ഓഫീസിലാണ് ഉള്ളത്.
അപ്പോൾ അവിടെ ഫ്രീലാൻസിങ് കൂടി കൊണ്ടുപോകാൻ കുഴപ്പമുണ്ടാവില്ല. ലൈക്ക് ഓൾറെഡി ഒരു ഏജൻസിയിലോ അങ്ങനെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ ഫ്രീലാൻസിങ് കൊണ്ട് ലൈക്ക് അത് സേഫ് ആയിട്ടാണ് നമ്മൾ കളിക്കുന്നത്. പക്ഷേ സേഫ് ആവാത്ത കളിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഫ്രീലാൻസിങ് യൂസ് ചെയ്യുന്നുണ്ട്, ആൾ തന്നെയാണ് സെയിൽസ്മാൻ, ആൾ തന്നെയാണ് ബിസിനസ്മാൻ, എല്ലാ ആൾ തന്നെയാണ്, അക്കൗണ്ടൻ്റ് ആൾ തന്നെയാണ്, അല്ലെങ്കിൽ മാർക്കറ്റർ ആൾ തന്നെയാണ്. അപ്പോൾ അതൊരു ലൈക്ക് സേഫായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ ആ ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളൊരു സാധനം അത് സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയണം. അത് ഞാൻ എന്താ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഫ്രീലാൻസും കൂടി നോക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ്. ഓക്കെ, ഫ്രീലാൻസിങ്ങിൽ പറഞ്ഞ പോലെ എന്താ പറയുക, ഞാൻ കുറേ പേര് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കാരണം ഒരു ഫ്രീലാൻസിങ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോൾ ഏജൻസി ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യണത്. അപ്പം അവിടുത്തെ റെസ്പോൺസിബിലിറ്റി ഈസ് റിയലി ബിഗ്. അപ്പം അത് നമ്മൾ പറഞ്ഞ ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ റെസ്പോൺസിബിൾ ആവാം ആസ് എ ഡിസൈനർ അല്ലെങ്കിൽ ആസ് എ ഫ്രീലാൻസർ എന്ന് പറയുമ്പോൾ. ഓക്കെ, ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ ഇജ് പ്രൊഡക്ഷൻ, എങ്ങനെയാ ഇജ് പ്രൊഡക്ഷൻ. ഓക്കെ, ഫഹീം ഇന്നലല്ലേ ലോഞ്ച് ചെയ്തത്? അല്ല, നമ്മൾ ആക്ച്വലി ലോഞ്ച് ആക്കുന്നുള്ളൂ. ഓക്കെ, ഇജ് പ്രൊഡക്ഷൻ. അപ്പോൾ അതിലത്തെ വർക്ക് വരുന്നത് ആനിമേഷൻ, ഫിലിം, ആനിമേഷൻ, ലിറ്ററലി സ്റ്റുഡിയോ, ആനിമേഷൻ സ്റ്റുഡിയോ, പിന്നെ അതുപോലെ ഫിലിമിങ് കാര്യങ്ങളൊക്കെയാണ് മെയിൻ അജണ്ട. പക്ഷെ ഇപ്പം ആനിമേഷൻ പരിപാടിയാണ്. ഓക്കെ, ലൈക്ക് ഒരു ഇജ് പ്രൊഡക്ഷനെ കുറിച്ചിട്ട് ഒന്നും കൂടി കേൾക്കണം. നമ്മൾ 11 മെമ്പേഴ്സ് ഉള്ളൊരു പരിപാടിയാണ് ആക്ച്വലി. 11 കോർ മെമ്പേഴ്സ് അല്ലെങ്കിൽ 11 നമ്മൾ തന്നെ ഗോഡ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ 11 ഗോഡ്സാണ്. അപ്പം അതിൽ തന്നെ ഉണ്ട് 11 ക്രിയേറ്റേഴ്സ് ആണല്ലേ. അപ്പം നമ്മൾ ആ രീതിയിലാണ് നമ്മൾ പ്രൊഡക്ഷൻ കാണുന്നത്. ഒരു OG ഒരു സ്റ്റുഡിയോ എന്നൊക്കെ അപ്പുറത്ത് ഇത് കുറച്ചുകൂടിയും ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ റൂൾസിലും ബ്രേക്ക് ചെയ്യുന്നൊരു പ്രൊഡക്ഷൻ ഹൗസ് ആയിരിക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആനിമേഷൻ സ്റ്റുഡിയോ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മളൊരു ഐഡിയ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് ഇഷ്ടമുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ്, നിങ്ങളെ ഡോപ്പമൈന് വേണ്ടിയിട്ടാണ് ഇജ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, കറക്റ്റാണ്. ആ പേര് പോലും അങ്ങനെ വന്നതാ. ഇജ് എന്ന് പറയുമ്പോൾ നമ്മൾ മലബാറിൽ ഇജ് എന്ന് പറഞ്ഞാൽ ഐജനാണ്, അല്ലാതെ അതിന് എക്സ്ട്രാ പേരൊന്നുമില്ല, മീനിങ് ഒന്നുമില്ല. പക്ഷെ നമ്മളിപ്പോൾ ലോഞ്ച് ആക്കിയിട്ടില്ല. നമുക്കൊരു 5 year പ്ലാനാണ്. അപ്പം ഭയങ്കര അൺറേറ്റഡ് ആയിട്ട് പോകുന്നൊരു ഏജൻസി അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റുഡിയോ എന്ന് പറയുന്നൊരു ഐഡിയ ആണ്. അത് അഹങ്കാരമായിട്ട് കൊണ്ടു നടക്കണം. അണ്ടർറേറ്റഡ് ആയിട്ട് പോകുന്ന ആൾക്കാരാണ്. അതെ. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ഇതിൽ ഫഹീമിൻ്റെ ഒരു കോറുണ്ട്, വേറൊരു സാധനം ആനിമേറ്ററാണ്. ഫഹീം ആനിമേറ്ററും കൂടിയാണ്. അപ്പോൾ എന്താണ് ലൈക്ക് ആനിമേഷന്? എനിക്ക് ആനിമേഷൻ ഒന്നും അറിയിക്കാം. ആനിമേഷൻ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ആനിമേറ്ററും കൂടിയാണ്. ഞാൻ ആസ് എ പ്രൊഫഷണൽ ഞാനൊരു ഡിസൈനറും ആസ് എ പാഷൻഡ് ആയിട്ടുള്ളൊരു ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത് ആനിമേറ്ററാണ്. വൈ ആനിമേഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ആനിമേഷൻ ഫിലിംസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ കാർട്ടൂൺസും പരിപാടിയൊക്കെ കാണലുണ്ട്. പക്ഷെ അതിനെക്കാട്ടി കൂടുതൽ എനിക്ക് സ്റ്റൈലിനോട് താല്പര്യം. എനിക്ക് ഈ കാർട്ടൂൺ സ്റ്റൈൽ, എനിക്ക് ആനിമേഷനെക്കാട്ടി കൂടുതൽ എനിക്ക് ആ ഒരു സ്റ്റൈലൈസേഷൻ അല്ലെങ്കിൽ ഒരു എക്സാഗ്രേഷൻ, നമ്മളിപ്പോൾ ടോം ആൻഡ് ജെറി ഒക്കെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഓഗിയൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എക്സാഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ ചെയ്യുമ്പോഴും ആ എക്സാഗ്രേഷൻ എവിടെയൊക്കെ വരുന്നുണ്ട്, നമ്മൾ പത്തം വരെ ഇങ്ങനെ പോകുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം. അങ്ങനെയാണ് ഞാനൊരു ആനിമേഷൻ എന്ന് പറയുന്ന ഒരു കരിയറിലോട്ട് വരുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡൈവേർഷൻ എൻ്റെ ഒരു ലൈഫിൽ വന്നത്. പക്ഷെ ആസ് എൻ ആനിമേറ്റർ ഞാൻ എന്തുകൊണ്ട് അതൊരു പ്രൊഫഷണൽ ആക്കിയില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നി ചെയ്യണം. എനിക്ക് അങ്ങനെ ഒരു കൺട്രോൾ ആവാൻ പാടില്ല. ഡിസൈൻ നമുക്ക് ഓക്കെ ഒരു പരിധി വരെ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്, പക്ഷെ ആനിമേഷൻ ലിറ്ററലി സ്റ്റോറി ടെല്ലിങ്ങാണ്. അപ്പം അവിടെ എനിക്ക് കൺട്രോൾ വേണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈവൻ ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങിയതും ആസ് എ ഹ്യൂമൻ ബീങ് ഞാനത് പാഷനായിട്ട് കാണുന്നു. പിന്നെ നിങ്ങൾ ചോദിച്ച പോലെ എന്താണ് ആനിമേഷൻ എന്ന് പറയുമ്പോൾ, ആനിമേഷൻ എന്ന് പറയുന്നത് ഇതാണ് എന്ന് വെച്ചാൽ സ്റ്റോറി ടെല്ലിങ്ങാണ്, ഒരു വേ ഓഫ് സ്റ്റോറി ടെല്ലിങ്ങാണ്. ഭയങ്കര എക്സാഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടിയാണ്. ഞാൻ ഒരു 3D ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ആനിമേഷനാണ്. ഓക്കെ, ഇതിലിപ്പോൾ ഞാൻ മറ്റേ സ്പൈഡർവേഴ്സിൻ്റെ ബിഗ് ഫാനാണ്. അപ്പോൾ അത് കണ്ട സമയത്ത് ഞാൻ ആനിമേറ്റേഴ്സിലൊക്കെ തപ്പി അതിൽ വർക്ക് ചെയ്ത് ആരൊക്കെയാണ് അതിൽ നോക്കുമ്പോൾ ഒരു മലയാളികൾ കുറേ ആൾക്കാരുണ്ട്. നമുക്ക് 4 ആൾക്കാരൊക്കെ ഉണ്ട്, കുറച്ചധികം ആൾക്കാരുണ്ട് മലയാളികൾ.
അപ്പം ഇത് ഫൈൻ പറഞ്ഞ പോലെ മലയാളികൾ ടോട്ടലി ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടാണ് ലൈക്ക് അവരെ കാണുന്നില്ല, പുറത്തറിയുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ആനിമേഷൻ ഫീൽഡ് ലൈക്ക് നമ്മളെടുത്ത് ഇപ്പോൾ ചോദിക്കാറുണ്ട് ഡിസൈൻ സ്കൂളിൽ വരുന്ന എൻക്വയറി, നിങ്ങൾക്ക് ആനിമേഷൻ പഠിപ്പിച്ച് കൊടുക്കാറുണ്ടോ, ചെയ്യാറുണ്ടോ എന്നുള്ളത്. ഒരു ആനിമേഷൻ എങ്ങനെ പഠിക്കണം, ലൈക്ക് അപ്പോൾ ഫൈമ കോളേജിൽ പോയി പഠിച്ചതാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്താ ചെയ്യേണ്ടത്, ലൈക്ക് അതിൻ്റെ കോർ ഫസ്റ്റ് എന്താ വേണ്ടത്, ഫസ്റ്റത്തെ ഒരു ഇനീഷ്യേറ്റീവ് എന്തായിരിക്കണം? ബേബി സ്റ്റെപ്പ്. ഓക്കെ, അത് എന്താ പറയുക, ഞാൻ ആനിമേഷൻ പഠിച്ച സ്കൂളിൽ പോയിട്ടാണ്. ഞാൻ മീഡിയ കോളേജിൽ പഠിച്ചിട്ടുണ്ട്, മീഡിയ വില്ലേജിൽ പഠിച്ചിട്ടുണ്ട് ചങ്ങനാശ്ശേരി. അപ്പം അവിടെ നിന്നാണ് ആനിമേഷൻ പഠിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ ആനിമേറ്റ്, ഓക്കെ എൻ്റെ ഒരു നീഷ എന്ന് പറയുന്നത് എനിക്ക് ആനിമേഷൻ പഠിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ അജണ്ട. പക്ഷെ ഒരു 3D ആനിമേഷൻ അല്ലെങ്കിൽ 2D ആനിമേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം ഒരു വിഷൻ വേണം, അല്ലെങ്കിൽ നമ്മളൊരു എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ വേണം, അല്ലെങ്കിൽ നമുക്ക് ആനിമേഷൻ കാണാൻ പറ്റണം, കണ്ണുകൊണ്ട് കാണാൻ പറ്റണം, നമുക്ക് എന്നാലേ നമുക്ക് ആനിമേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളത്. കാരണം 2D പേപ്പറിലാണ് നമ്മൾ ആക്ച്വലി ഒരു ബേബി സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ എക്സസൈസാണ്. സർക്കിൾസ് വെച്ചിട്ട് ഒരു ബൗൺസിങ് ബോൾ ആനിമേറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള, കാരണം കാണുമ്പോൾ ഭയങ്കര ഈസിയാണ്. പക്ഷെ ഞാൻ കുറച്ചധികം വെള്ളം കുടിച്ചൊരു പാട്ടാണ് ബൗൺസിങ് ബോൾ. ആ ഒരു വോളിയം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ സ്ക്വാഷും ഈവൻ അതിൻ്റെ ജമ്പിങ്ങും ടൈമിങ്ങും ആ ഒരു ഈസിനീസ് ഔട്ട് പരഡീസും അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അപ്പോൾ ബേബി സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ, നമുക്ക് ആനിമേഷൻ കാണാൻ പറ്റണം. നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ഓക്കെ ഇതാണ് എൻ്റെ ഒരു ആനിമേഷൻ, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ പോസ് എന്ന് പറയാം എന്നുള്ള കാണാൻ പറ്റണം എന്നുള്ളതാണ് ആനിമേഷൻ്റെ ഒരു ബേസിക് അജണ്ട. അതാണ് ഒരു എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ സംസാരിച്ച എല്ലാ സാധനത്തിലും പാഷനാണ് വരുന്നുള്ളത്. ആൻഡ് നമ്മൾ ഈ ക്രിയേറ്റീവ് ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ പാഷൻ കൊണ്ടുവന്ന ആൾക്കാരുണ്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുവന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കോർ എന്ന് പറയുന്നത് ലൈക്ക് പാഷൻ വേണം, എന്തായാലും പാഷൻ വേണം. പാഷന് മുമ്പ് അല്ലെങ്കിൽ നമുക്കൊരു സാധനം ഇഷ്ടമാണെന്ന് അറിയുന്നതിന് മുമ്പ് ഒരു സാധനം ഉണ്ടല്ലോ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, അല്ല ഒബ്സർവ് ചെയ്യുക എന്നുള്ളൊരു സംഭവം. അപ്പോൾ ഒബ്സർവേഷൻ, ഇപ്പോൾ ഞാൻ ഒരു ലൈക്ക് ബിസിനസ്സും കൂടി റൺ ചെയ്യാണ്. എനിക്കിപ്പോൾ എന്നെ സഫാൻ അവർ വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ക്രിയേറ്റീവ് ഐഡിയ ഉണ്ടെങ്കിൽ ഞാൻ അവിടെയും പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഡിസൈനർ ആയതുകൊണ്ട് നല്ല രീതിക്ക് എന്താ പറയുക ബാക്കി എല്ലാ ഏരിയയും നോക്കാൻ പറ്റും. ഒബ്സർവേഷനും ഉണ്ടാവും ലിറ്ററലി. ലൈക്ക് ഇപ്പോൾ ഹയറിങ് ചെയ്യുന്ന സമയത്ത് ഒരാളെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ആളെ ഇപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതും എൻ്റെ എക്സ്പെക്റ്റേഷൻ്റെ അപ്പുറത്തോട്ടേക്ക് എത്തിക്കുന്നതും ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ചില ആൾക്കാർ നമ്മൾ വിചാരിക്കുകയാണ് ഓക്കെ ഇത്ര മതി. സാധാരണ ഹയറിംഗ് എന്ന് പറയുന്നത് പെട്ടെന്ന് പിടിച്ച് ഹയർ ചെയ്യാമെന്നായിരിക്കും. ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ട്, എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പിലേക്ക് വേണ്ടിയിട്ട് ഹയർ ചെയ്യുന്നതിന് പകരം ഞാൻ മനസ്സിലാക്കുന്നത് മെല്ലെ ഹയർ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു നമ്മൾ വിശക്കുന്ന സമയത്ത് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ എല്ലാം കൂടി വാതിലിച്ച് കഴിക്കൂലേ, അല്ലെങ്കിൽ ഹോട്ടലിൽ പോകുമ്പോൾ എല്ലാം കൂടി എടുക്കൂലേ, അതല്ലാണ്ട് മെല്ലെ പോയി ഇങ്ങനെ ഹയർ ചെയ്യാനുള്ളത്. അപ്പോൾ അത് ഞാൻ മൈൻഡിൽ വെക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒബ്സർവേഷൻ ഉള്ളത് കൊണ്ട് എനിക്ക് ഒരാളെ പൊട്ടൻഷ്യൽ അളക്കാൻ പറ്റലുണ്ട്. നമുക്ക് അത് എൻ്റെ എക്സ്പെക്റ്റേഷൻ മാത്രമാണ്, ഇത് ബ്രേക്ക് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ആളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുക. ലൈക്ക് ആൾ എന്താണ്, ആളെ ഫുൾ പഠിച്ചു വെച്ച് ഇങ്ങനെ അങ്ങനല്ല. ലൈക്ക് ഇപ്പോൾ ഒരാൾ ഹയർ ചെയ്യുകയാണെങ്കിൽ അയാൾ കയ്യിൽ മരുന്നുണ്ട് അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ പരിപാടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ലൈക്ക് ഒബ്സർവേഷനാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒബ്സർവേഷൻ ക്രിയേറ്റീവ് സൈഡിലാണെങ്കിലും എല്ലാ സൈഡിലാണെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പം ഞാനൊരു എക്സാമ്പിൾ ഒരു സാധനം ചോദിക്കുകയാണ്. ഫഹീം ഇപ്പോൾ ലെഗോൻ്റെ ഏതെങ്കിലും സ്റ്റോറിലേക്ക് പോവാണ്. ഓക്കെ, അപ്പം ഫഹീമിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്തൊക്കെയായിരിക്കും? ലെഗോ സ്റ്റോറിൽ പോകുമ്പോൾ നമുക്കവിടെ ഒബ്സർവേഷനാണ് വേണ്ടത്. അപ്പോൾ ഈ ഒബ്സർവേഷൻ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ ആപ്പിളിൻ്റെ ടീമിനെടുത്തേക്ക് ആപ്പിളിൻ്റെ സ്റ്റോറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുള്ളത് ബിഹേവിയറാണ്. അപ്പോൾ ഓക്കെ ബിഹേവിയർ സൈഡിലുള്ള കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യാൻ നോക്കും. പണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്താ വിഷ്വൽ സൈഡ് മാത്രം ഒബ്സർവ് ചെയ്യും. ഇപ്പോൾ ആപ്പിൾ എങ്ങനെയാണ് ലോഗോ പ്രസൻറ്റ് ചെയ്യുന്നത്, ആപ്പിൾ എങ്ങനെയാണ് അവരെ പെന്നിൽ ലോഗോ വെക്കുക, അല്ലെങ്കിൽ അവരെ ടീഷർട്ടിൽ എങ്ങനെ ലോഗോ വെക്കുക, അതായിരിക്കും നോക്കുന്നുണ്ടാവുക. പക്ഷെ ഇനിയിപ്പോൾ ഞാൻ നോക്കുന്നുണ്ടാവുക ഒരെങ്ങനെയാ ലൈക്ക് സംസാരിക്കുമ്പോൾ ഒരെങ്ങനെയാ ആൾക്കാരെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ യെസ് അതൊക്കെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. ഒരു സ്റ്റോറിലേക്ക് എങ്ങനെ ഇൻവൈറ്റ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. അപ്പോൾ ഫഹീമിൻ്റെത് ഇപ്പോൾ ഫഹീം എങ്ങനെ ഒബ്സർവ് ചെയ്യും?
ലെഗോന്റെ സ്റ്റോർ എവിടെയാവട്ടെ, ഓക്കെ ലെഗോന്റെ കേസ് പറയാം. അല്ലെങ്കിൽ 5 മുമ്പ് പോയിട്ടുണ്ടായിരുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ട് പറഞ്ഞോ. ലെഗോ ആണ്. അങ്ങനെ ലെഗോ പറഞ്ഞപ്പോൾ ഞാൻ കറക്റ്റ് ആയി. കാരണം അവിടെ ഒരു ലെഗോന്റെ സ്റ്റോർ ഉണ്ട് ദുബായിൽ. അപ്പോൾ ഞാൻ വെരി റീസെന്റ് ദുബായ് മാളിൽ ലെഗോന്റെ സ്റ്റോറിൽ പോയ സമയത്ത് ഞാൻ ഫസ്റ്റ് നോട്ടീസ് ചെയ്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ ബ്രാൻഡിനൊക്കെ അപ്പുറത്ത് ആ ഒരു സ്റ്റോർ എന്ന രീതിയിൽ എൻ്റെ ഫസ്റ്റ് ഒബ്സർവേഷൻ പോയത് അവിടുത്തെ കുട്ടികൾ എത്രത്തോളം അവിടെ വരുന്ന കുട്ടികളിലെ എക്സ്പ്രഷൻസ് ഉള്ളത്. എനിക്ക് ഞാൻ ചെറിയ കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ കുറെ എനിക്ക് അവിടുത്തെ സംഭവം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ വലുതായി വെച്ചിട്ട് കുറവൊന്നുമില്ല. ഞാൻ അവിടെ പോയിട്ട് കാറൊക്കെ എടുത്ത് ഉണ്ടാക്കാനൊക്കെ നോക്കി. കാരണം എൻ്റെ ഫസ്റ്റ് ഒബ്സർവേഷൻ പോകുന്ന പാട്ട് എവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവര് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ അങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു പാട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വലുതായെങ്കിൽ പോലും എനിക്ക് ലഘു കാണുമ്പോൾ അങ്ങോട്ട് കയറാൻ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം എന്നെ പുള്ള് ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ച് അങ്ങ് നോക്കിയിട്ടുണ്ട്. ആ കളേഴ്സ് ആണോ അല്ലെങ്കിൽ അവിടുത്തെ ടോയ്സ് ആണോ? ഞാൻ പറയും ടോയ്സ് ആണ്. കാരണം ലെഗോയില് അവിടെ സ്റ്റാർ വാർസിന്റെ കാണുന്നുണ്ട്, അവിടെ സ്പൈഡർമാന്റെ സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര വേഴ്സറ്റൈൽ. ആൾക്കാർക്ക് എന്താ പറയാ ഇഷ്ടപ്പെടുന്ന കുറെ സംഭവങ്ങളുണ്ട് അവിടെ. ലെഗോ എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രിക്ക് ആയിട്ട് പറയാം. പക്ഷെ ആ ബ്രിക്കിനപ്പുറത്ത് അവർ ക്രിയേറ്റ് വെച്ച കുറെ എന്താ പറയാ മോഡൽസ് ഉണ്ട്. അതാണ് എനിക്ക് തോന്നി, ഞാൻ മനസ്സിലാക്കിയതാണ് നമ്മളെ അട്രാക്ട് ചെയ്യുന്നത്. നമ്മളെ ഫേവറേറ്റിലുള്ള കുറെ സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അത് മേ ബി ബ്രിക്സ് കൊണ്ടാവില്ല, പക്ഷെ അതുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ച കുറെ സംഭവങ്ങളാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലെഗോ എന്ന് പറയുന്ന ഒരു ഇമോഷനാണ്. ഇപ്പോൾ കറക്റ്റ് ആണ്. ലാസ്റ്റ് ടൈം മുംബൈയിൽ ഇതിന്റെ ലോഞ്ച് ഉണ്ടായിരുന്നു. മുംബൈയിൽ ലോഞ്ചിനുള്ളത് പ്രായമുള്ള ആൾക്കാരാ, കുട്ടികളല്ല, പ്രായമുള്ള ആൾക്കാരാ. അപ്പോൾ മുംബൈയിലോ ഡൽഹിയിലേറ്റാ. അപ്പം ഇതിന്റെ ലൈക്ക് എന്താ പറയാ, ഇതിന്റെ കോർ എന്ന് പറയുന്നത് ലൈക്ക് ഒരു ആൾക്കാരുടെ അടുത്തേക്ക് എത്തിച്ചൊരു സാധനം ഉണ്ടല്ലോ. എന്താണ് ആൾക്കാരൊക്കെ ഒന്ന് ഇമോഷനിൽ തന്നെയാണ് എത്തിച്ചത്. അവര് ബ്രിക്കിന്റെ അപ്പുറത്തോട്ടേക്ക് അവരെ ഫേവറേറ്റ് ക്യാരക്ടറിനെ എത്തിച്ച് അങ്ങനെ കൊണ്ടുവന്നതാ. മാർവലിൻ്റെത് ഇറക്കിയിട്ടുണ്ട്, സ്റ്റാർ വാർസ് ഇറക്കിയിട്ടുണ്ട്, സ്റ്റാർ വാർസ് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ അതുപോലെ ഇപ്പൊ മൈൻക്രാഫ്റ്റിന് ഫിലിം വരുന്നുണ്ട്. ആ ടൈമിലും ഇവര് എന്തോ കൊളാബ് ചെയ്തിട്ടുണ്ട്. അപ്പം ബേസിക്കലി ഇതാണ് നമ്മളെന്തോ അട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവം അവിടെ വർക്ക് ചെയ്തിട്ടുള്ള എന്നുള്ള. പിന്നെ അതുപോലെ ആപ്പിളിൻ്റെയിലും ഇപ്പോൾ പറഞ്ഞ പോലെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ പോലെ എന്തൊരു സംഭവം എന്നെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇന്നെ ബേസിക്കലി ഓരോ സ്റ്റോറോ അല്ലെങ്കിൽ ബ്രാൻഡോ എന്നെ അട്രാക്ട് ചെയ്യുന്നില്ല. എനിക്കത് വേണമെന്ന് വെച്ച് വാങ്ങുന്നത് കുറവാണ്. എന്നെ കൂടുതലും എന്നെ അട്രാക്ട് ചെയ്യുന്ന ഒരു പാട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു പാട്ട് മതിയാവും. ഞാൻ അതിൽ ചിലപ്പോൾ വീണ് വയ്ക്കുന്നത് എന്തായാലും വാങ്ങും. ഞാൻ അങ്ങനെ വാങ്ങിയ കുറേ സംഭവങ്ങൾ യൂസ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഗാഡ്ജറ്റ്സിലാണെങ്കിൽ ഇപ്പോൾ റിമാർക്കബിൾ ടാബ്ലറ്റ് ഞാൻ വാങ്ങിച്ചു. അതിന് യൂസ് ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല. പക്ഷെ ഇതാണ് ഇപ്പോൾ ആപ്പിളിന്റെ കേസിൽ വന്ന സമയത്ത് ആപ്പിൾ വിഷൻ ഇറങ്ങിയ ടൈമായിരുന്നു. അപ്പോൾ കിക്ക വിഷൻ എക്സ്പീരിയൻസ് അപ്പോൾ എന്തോ എന്നെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. എന്തോ മേ ബി ടെക്കോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സംഭവം അത് ക്യൂരിയസ് ആക്കുന്നത്. അതാണ് ഈ ക്യൂരിയോസിറ്റി ആണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ ഡ്രൈവ് ചെയ്യുന്നത്. എക്സാക്ട്ലി. അപ്പോൾ ഇത് എവിടെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഡിസൈൻ ഒബ്സർവ് ചെയ്ത് വിഷ്വൽ ഒബ്സർവ് ചെയ്ത് എന്നിട്ട് നമ്മളൊരു കംഫർട്ടബിൾ സോണിൽ പോകും. ഇത്രയൊക്കെ പഠിച്ച് ഇതൊക്കെ ഒബ്സർവ് ചെയ്ത് ഇതിനോടുള്ള ക്യൂരിയോസിറ്റി എനിക്ക് കഴിഞ്ഞതാണ്. അപ്പോൾ ആ ക്യൂരിയോസിറ്റി പോകാണ്ടിരിക്കാനാണ് ശരിക്കും ഈ ടോപ്പിക്ക് ഞാൻ കൊണ്ടുവന്നിട്ട് ലൈക്ക് ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് റിലേറ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കലുണ്ട്, ഞാൻ പിൻട്രസ്റ്റിൽ സ്ക്രോൾ ചെയ്യുന്നത് മാത്രം എക്സ്പീരിയൻസ് ചെയ്താൽ മതിയാവും. അപ്പം ഞാൻ എൻ്റെ അമ്മോനോട് ദുബായിലുള്ള അമ്മോനോട് ഇങ്ങനെ സംസാരിക്കണ്ടായിരുന്നു. ആള് പറഞ്ഞത് ആപ്പിളിൻ്റെ സ്റ്റോറിൽ ആപ്പിളിൻ്റെ ടേബിൾ ഉണ്ടല്ലോ, അതിൻ്റെ ഹൈറ്റിന് ഒരു ബിഹേവിയർ ഉണ്ടെന്നുള്ളതാണ്. അത് ഒരാൾക്ക് അത് ചെറിയ കുട്ടി വന്നാൽ അങ്ങനെ എത്തു പിടിക്കാൻ പറ്റും, ആർക്ക് വന്നാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് അത് ഡിസൈൻ ചെയ്ത് വെച്ചെന്നുള്ളത്. അപ്പോൾ അതുപോലെ ലൈക്ക് ആൾക്കാർക്ക് എന്തൊക്കെ ഫീൽ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ഓരോരോ സ്റ്റോറിൽ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതൊന്നും ലൈക്ക് ഞങ്ങൾക്കൊന്നും നമ്മൾ വലിയ വലിയ കോർപ്പറേറ്റ് ആവട്ടെ അല്ലെങ്കിൽ വലിയ വലിയ ബിഗ് ബ്രാൻഡ്സ് ഒക്കെ കുറേ 10-15 കൊല്ലം മുമ്പിലാണ്, നമ്മൾ കുറേ ബാക്കിലാണ്. അപ്പോൾ ഫസ്റ്റ് മാറേണ്ടത് ഡിസൈനേഴ്സാണ്. ലൈക്ക് ബ്രാൻഡ് ഓണേഴ്സിനെ മാറ്റുന്നതിനെക്കാട്ടും നല്ലതെന്ന് പറയുന്നത് നമ്മൾ മാറാന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മളിപ്പോഴും എന്താ പറയുക ലോഗോ ഡോണ്ടും അല്ലെങ്കിൽ വൈറ്റ് സ്പേസും മാത്രം ഇട്ട് കൊടുക്കുന്ന ഡിസൈനേഴ്സ് ഉണ്ട്. അപ്പോൾ അതല്ല, ബ്രാൻഡിങ്ങിൻ്റെ തോട്ട് പ്രോസസ്സ് ഫസ്റ്റ് മാറ്റണം. കറക്റ്റാണ്. ആ രീതിക്കുള്ള തോട്ട് പ്രോസസ്സ് ലൈക്ക് എനിക്ക് തോന്നുന്നു ക്യൂരിയോസിറ്റി ഒബ്സർവേഷൻ നിൽക്കുമ്പോഴാണ് അത് നിൽക്കുക. കറക്റ്റാണ്. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കാന്നുള്ളതാണ്. ഞാൻ ഒരു ബ്രാൻഡിങ് വർക്ക് ചെയ്ത സമയത്ത് ഈ സെയിം എക്സ്പീരിയൻസ് ഓറിയന്റഡ് ആക്കണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു.
ബ്രാൻഡ് ഓഫ് ബി എന്നാണ്. അപ്പം അവർക്ക് നമുക്കറിയാം നമ്മൾക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 5 സെൻസസ് കൂടിയാണ്. നമുക്ക് അവർക്ക് 7 സെൻസസ് എന്ന ഐഡിയാസ് കൊടുത്തു. ഓക്കെ, 5 സെൻസസ് ബേസിക് ആണ്. ഇപ്പോൾ ഓക്കെ നമുക്കറിയാം സ്മെല്ല്, ടച്ച്, ഹിയറിങ്, അങ്ങനെ എക്സെട്ര. നെക്സ്റ്റ് വരുന്ന 6 and 7 എന്ന് പറയുന്നത് ഇൻറ്റ്യൂഷനും ബാലൻസും ആണ്. ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നൊരു എക്സ്പീരിയൻസാണ്. നമുക്കൊരു മൊമെന്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ദേജാവോ കടിക്കലോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ മെമ്മറീസ് എങ്ങനെ റീകോൾ ചെയ്യലോ, അതൊരു എക്സ്പീരിയൻസാണ്. അത് ആക്ച്വലി ഒരു സെൻസസിൽ വരേണ്ട ഒരു സംഭവമാണ്. അത് പക്ഷേ ആക്ച്വലി സയന്റിഫിക്കലാണെന്ന് സെൻസ് പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഒന്നും കൂടി ബ്രാൻഡിങ്ങിൽ അത് വർക്ക് ചെയ്തു. ഒരു എസ്തെറ്റിക് ഓറിയന്റഡ് നിന്ന് മാറി. അല്ലെങ്കിൽ കഫേ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, കഫേ എന്ന് പറയുന്നത് ഒരു ഹാങ് ഔട്ട് പ്ലേസ് ആണെന്നാണ് എല്ലാവരും വിചാരം. ചായ കുടിക്കുന്ന സ്ഥലമാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുന്ന സംഭവമായിരിക്കണം. അപ്പോൾ ഒരു റീഇമാജിനിങ് കഫേ എന്ന് പറഞ്ഞിട്ട് ലിറ്ററലി ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു കഫേ എന്നുള്ള. അപ്പം അവർക്ക് ഓഫ് ബി എന്ന് പറയുന്നത് കോഫി കഫേ, അതുപോലെ ഓഫ് കോട്ടൺ എന്ന് പറയുന്നുണ്ട്, അത് ക്ലോത്തിങ് കഫേ. അപ്പോൾ ലിറ്ററലി ഒരു കഫേ എന്താ പറയുക റീഇമാജിൻ ചെയ്തുകൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഓറിയന്റഡ് ആയിരിക്കണം ഒരു ബ്രാൻഡ്. അങ്ങനെയാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. നല്ലൊരു പരിപാടി ആയിരുന്നു. അത് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് കോഫീൻ്റെ തന്നെയാണ് റിലേറ്റ് ആയിട്ട്. നമ്മളന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാലിക്കറ്റുള്ള കോഫി ആരായി. അപ്പോൾ ആരായിൽ ഉള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഞാൻ ആരായിൽ ഒരു ബക്കറ്റ് ലിസ്റ്റ് പോലെ വെച്ചിട്ടുള്ളത്. ലൈക്ക് ഈ വീക്ക് ഇന്ന ദിവസം പോകണം, അവിടെ ടൈം സ്പെൻഡ് ചെയ്യണം, അവിടുന്ന് കോഫി കുടിക്കണം, അവിടെ കുറേ നേരം ഇരുന്ന് ലൈക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അപ്പം ആ ഒരു കഫേനെ ഞാൻ കാണുന്നത് പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കാണുന്ന ഒരു സ്പേസ് ആണെന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലൈക്ക് മൂപ്പര് ബ്രാൻഡിങ് എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ മൂപ്പര് തോട്ട് എന്ന് പറയുന്നത് വരുന്ന ആൾക്കാർക്ക് നല്ല എക്സ്പീരിയൻസ് കൊടുക്കണം. ബ്രാൻഡിങ് എക്സാക്ട്ലി അത് കുറെ വരുന്നൊരു മിസ്റ്റേക്കാണ്. ബ്രാൻഡിങ് എന്ന് പറയുന്നത് ലോഗോ, കുറെ കളേഴ്സ്, കുറെ ഡിസൈൻസ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഒരു കമ്പനീന്റെ ഇമോഷനാന്ന് പറയാം, ഒരു ഇമോഷണൽ പരിപാടിയാന്ന് പറയാം. ഒരു ഇമോഷണലി കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പാട്ട് നമുക്ക് പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു കോട്ടുണ്ട് ബ്രാൻഡ് നമ്മൾ വിചാരിക്കുന്നതല്ല, ബ്രാൻഡ് ചെയ്ത ആള് വിചാരിക്കുന്നതല്ല, അപ്പുറത്തുള്ള ആള് പറയുന്നതാണ് ബ്രാൻഡ് എന്നുള്ളത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിഷൻ സെറ്റ് ആക്കുമ്പോൾ കസ്റ്റമേഴ്സിന്റെ പെർസെപ്ഷൻ സെറ്റ് ആക്കുന്നില്ല, ലൈക്ക് ആൾക്കാർ ചിന്തിക്കുന്നില്ല പെർസെപ്ഷനെ കുറിച്ചിട്ട്. അപ്പൊ ആ പെർസെപ്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതെ, കറക്റ്റാണ്. എന്ന് വെച്ചാൽ അത് ഇതുപോലെ ഒരു പോഡ്കാസ്റ്റ് സെഷനിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രാൻഡിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്രാൻഡിങ് എന്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഒരു കമ്പനിക്ക് എന്തിനാണ് ബ്രാൻഡിങ്ങിൻ്റെ ആവശ്യം എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴാണ് ആൾക്കാർക്ക് നമ്മളെ ബ്രാൻഡിനോടുള്ള പെർസ്പെക്റ്റീവ്സ് വർക്ക് ആവുന്നത്. അല്ലെങ്കിൽ അവർക്കൊന്നും തോന്നൂല. കാരണം പെർസ്പെക്റ്റീവ്സ് വർക്ക് ഇപ്പോൾ ഓക്കെ, നമ്മൾ ഇത്രയും നേരം ആപ്പിൾ പറഞ്ഞു, ലെഗോ പറഞ്ഞു, നമ്മളെ പെർസ്പെക്റ്റീവ്സാണ് പറയുന്നത്. പക്ഷെ അവരെ വിഷന് നമ്മളെ പെർസ്പെക്റ്റീവിൽ അലണ്ടാവുന്നുണ്ടോ വെച്ചാൽ അലണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് അതാണ് ആക്ച്വലി ബ്രാൻഡ് ബിൽഡിങ് അല്ലെങ്കിൽ ബ്രാൻഡിങ് എന്ന് പറയുന്നൊരു പാർട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു. അത് ഇപ്പോൾ എൻ്റെ അടുത്ത് ഡിസൈൻ സ്കൂളിൻ്റെ ബ്രാൻഡിങ് എന്താണ് അല്ലെങ്കിൽ ബ്രാൻഡിങ് പാർട്ട് എലമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കാണിക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പറയാം ഡിസൈൻ സ്കൂളിലത്തെ മെൻറ്റേഴ്സ് ആണ് ഫസ്റ്റ് ബ്രാൻഡ് എന്ന് പറയുന്നത്. ഓരാണ് ലൈക്ക് നമ്മൾ പറയുന്നതാണ് ഡിസൈനേഴ്സിൻ്റെ അടുത്തുനിന്ന് ഡിസൈൻ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവർ ബ്രാൻഡ് ആവുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈക്ക് ബ്രാൻഡിങ് എന്ന് പറയുന്നത് കുറേ ആസ്പെക്റ്റിൽ നിൽക്കുന്ന ഏരിയ, കുറേ ഏരിയയിൽ നിൽക്കുന്നതാണ്. അത് വിഷ്വലുണ്ട്, വിഷ്വൽ ഒരു പാർട്ട് മാത്രമാണ്, ബാക്കി കുറേ കാര്യങ്ങളുണ്ട്. സ്മെല്ല് അതിലൊരു എലമെന്റ് ആണ്. പിന്നെ ഈ 7 സെൻസസ് ആ സെൻസസ് തന്നെയാണ് ആക്ച്വലി അല്ലേ, ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കി വെക്കാന്നുള്ളത്. അപ്പോൾ ലൈക്ക് ഡിസൈൻ സ്കൂളിൻ്റെ പൊസിഷന് ഹെൽപ്പ് ചെയ്തതും ഈ ബ്രാൻഡിങ് തന്നെയായിരുന്നു. ലൈക്ക് ഞാനിപ്പം എന്താ പറയുക മെൻറ്റേഴ്സിൻ്റെ അടുത്താണെങ്കിലും ആരുടെ അടുത്താണെങ്കിലും മീറ്റിങ്ങിൽ സംസാരിക്കുന്നിടത്ത് ഞാൻ ഇങ്ങനെ ഒരു ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കണം, ഇത് കണ്ടിട്ട് ഇങ്ങനെ നോക്കണം, മറ്റുള്ളവർ എന്ത് ചിന്തിക്കണം എന്നുള്ളത് നമ്മളവിടെ സംസാരിക്കണം. ഈ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് അത് തിങ്ക് ചെയ്തിട്ട് തന്നെ ആവണം. പോകും ആഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയും നമുക്ക് ഇന്ന ഓഡിയൻസിൻ്റെ അടുത്താണ് എത്തേണ്ടത്, അപ്പോൾ ഇന്ന സാധനങ്ങൾ ചെയ്യണം. ഷഫിൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെയാണ്. ലൈക്ക് എന്താ പറയുക ഈ നീഷിലുള്ള ആൾക്കാർക്ക് ഡിസൈൻ സ്കൂളിൽ ഇൻട്രൊഡ്യൂസ് ആവുകയാണ്, അവരെ ലൈക്ക് ഓരോ ആർട്ടിസ്റ്റിൻ്റെയും പേജിലൂടെ ഡിസൈൻ സ്കൂളിനെ കാണുകയാണ്. ഏറ്റവും നല്ല PR വർക്ക് അതാണ്. നമ്മൾ ഇപ്പോൾ മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിലോ ഒരു ഏതെങ്കിലും ഒരു സെലിബ്രിറ്റീനെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഏതൊരു മൂവി ആക്ടറിനെ കൊണ്ടുവന്നിട്ട് ആ സമയത്ത് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ഒരു ബൂം ഉണ്ടാവും. കറക്റ്റാണ്. പിന്നെ അതങ്ങോട്ട് പോയി ഇത് പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇന്നതാണെന്ന് നമ്മൾ പറഞ്ഞു വെക്കുകയാണെങ്കിൽ
ആ ഓഡിയൻസ് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. കറക്റ്റ് ആണ്. ഈ മാർക്കറ്റിങ്ങിന് അല്ലെങ്കിൽ ബ്രാൻഡിങ്ങിലേക്ക് തിങ്ക് ചെയ്യുന്ന ആൾക്കാർ ചിന്തിക്കുന്ന പെർസ്പെക്റ്റീവ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ചെയ്താൽ മതി. ലൈക്ക് എല്ലാവരും പോകുന്ന ഒരേ ഡയറക്ഷനിലേക്ക് തന്നെയാണ്, പക്ഷെ ഒന്ന് മാറ്റണം എന്നുള്ളതാണ്. കറക്റ്റാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞാല് ഞാൻ എനിക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഓർഡിനറി എന്ന് പറയുന്ന ഒരു കെമിക്കൽ കമ്പനി. അവര് ഈ അടുത്തൊരു റൂളൊക്കെ ബ്രേക്ക് ചെയ്തൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവര് ഈ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ സ്റ്റാർസിനൊന്നും ഇല്ലാണ്ട് അവര് റോ ആയിട്ട് അവർ മാർക്കറ്റിൽ സംസാരിച്ചു. ഓക്കെ, വാട്ടർ എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ്. വാട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും നടക്കൂല. ഇനി കെമിക്കൽ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ ഇല്ലെങ്കിൽ അത് നിറയ്ക്കുന്ന ബോട്ടിൽ പോലും ഇല്ല. ഈ പറയുന്ന എന്തെങ്കിലും എന്താ പറയാ, കാരണം ഹോർഡിങ് പോലും ഇല്ല എന്നുള്ള ഒരു സംഭവം അവരത്ര റോ ആയിട്ടാണ് പറഞ്ഞത്. അപ്പൊ അവര് ഈ ഒരു പർട്ടിക്കുലർ ക്യാമ്പയിൻ കൊണ്ട് അവർ ഉദ്ദേശം എന്താ വെച്ചാൽ ഓക്കെ, റെഗുലർ ആയിട്ടുള്ള ബിൽ ബോർഡിന്റെ ഒരു സംഭവം ബ്രേക്ക് ചെയ്യാം, റൂള് ബ്രേക്ക് ചെയ്യാം എന്ന് പറയുന്ന സംഭവം. അതെങ്കിൽ ഭയങ്കര റോ ആയിട്ട് സംസാരിക്കാന്നുള്ളത്. പക്ഷെ അവർക്ക് അത് ഭയങ്കര ഗട്ട് ഫീലിംഗ് പരിപാടിയാണ്. അവർക്ക് അത് എനിക്ക് തോന്നുന്നത് അവര് എന്തോ അവാർഡിന് എന്തോ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു ഓർഡിനറിന്റെ ഓഡിയൻസ് എന്ന് പറയുന്നതും കുറച്ച് അങ്ങനെയല്ലേ, ഫാൻസി ഓഡിയൻസ് അല്ലല്ലോ. അല്ല, കാരണം ഓർഡിനറി ആൾക്കാരല്ല. ഓർഡിനറി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെ കൂടെ നിൽക്കുക എന്നുള്ളൊരു സാധനമാണ്. കറക്റ്റ് ആണ്. ആ ഒരു പരിപാടിയിൽ പോവാന്നുള്ളതാണ്. ആണ് അവര് മോർ ലൈക്ക് എന്താ പറയാ, ഈ സിറംസ് ആണ് ബേസിക്കലി. പക്ഷെ അവർക്കൊരു ഫാൻ ബേസ് ഉണ്ട്. പക്ഷെ അവരെ ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി അവരെ ഫാൻസിനെക്കാട്ടും അവരെ നോൺ ഓഡിയൻസിനും അത് എഫക്റ്റ് ആയിട്ടുണ്ട്. അവരതിന് ലിറ്ററലി ഫോക്കസ് ചെയ്യുന്നത്. കാരണം ആൾക്കാർക്ക് റെഗുലർ ആയിട്ടുള്ള സംഭവം ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യും. അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ആപ്പിളാണ്. കാരണം ഇപ്പോൾ ആപ്പിളിലെ പുതിയ WWDCന്റെ ഇതിനകത്ത് നമുക്ക് കണ്ട് നമ്മൾ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് വന്നിട്ടുണ്ട്. അത് ഭയങ്കര ഔട്ട്റേജ് ആയിട്ട് പോയിട്ടുണ്ട്. ഭയങ്കര ആൾക്കാർക്ക് ഭയങ്കര ക്രേസ് ആയിട്ട് പോയിട്ടുണ്ട്. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? പക്ഷെ ആപ്പിള് ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുൾ ആയി ചെയ്തിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ആപ്പിള് എടുത്തു കളഞ്ഞത് നമ്മളെ ഓഡിയോ ജാക്കാം. അപ്പോൾ ഭയങ്കര ഒരു സംഭവം. പക്ഷെ അവരത് ഒഴിവാക്കിയെങ്കിലും നെക്സ്റ്റ് അവർ കൊണ്ടുവന്നത് എയർപോർട്ട്സാണ്, റെവല്യൂഷൻസാണ് കൊണ്ടുവരുന്നത്. ഇനിയിപ്പം എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന സംഭവം ഇനിയിപ്പോൾ ഇവൻ പറയുകയാണെങ്കിൽ അവർ നമ്മളെ നോട്ട്സ് എടുത്ത് കളഞ്ഞപ്പോൾ അവിടെ വന്നത് നമുക്ക് എന്താ പറയുക, ഇതാണ് ഡ്രോപ്പ് ചെയ്ത് വരുന്ന ഒരു AI വർക്ക് ഉണ്ടല്ലോ, അതായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതേപോലെ തന്നെ ഇനിയിപ്പം ഗ്ലാസ് എഫക്റ്റിന് എനിക്ക് തോന്നുന്നത് അവരിനി ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാന്നുള്ളൊരു സംഭവം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. റെഗുലർ ആയിട്ടുള്ള എന്തും ബ്രേക്ക് ആയി കണ്ടത് അതിനിപ്പോൾ ഈവൻ ബ്രാൻഡിങ്ങിലും ഡിസൈനിലും പോലും റെഗുലർ ആയിട്ട് നമ്മൾ കാണുന്നതിൽ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഔട്ട്റേജ് ആവും, ആൾക്കാർ ചോദിക്കും. അപ്പൊ ആൾക്കാർ ക്യൂരിയസ് ആവും, ഇതെന്താ സംഭവം, ഇതെന്താ നടക്കണെന്ന് ചോദിക്കും. അല്ല, ആപ്പിളിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് ഭയങ്കര ഒരു ടൈം ഇങ്ങനെ സ്റ്റക്കായി നിന്ന് ആൾക്കാർ ഇതല്ല പ്രതീക്ഷിക്കുന്നത്. ആൾക്കാർ വേറെന്തോആണ് പ്രതീക്ഷിച്ചത്. കറക്റ്റാണ്, ആ സാധനം കിട്ടി എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ലൈക്ക് ഇപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റുന്ന ബ്രാൻഡ്സ് ഉണ്ടാവുമല്ലോ, ബ്രാൻഡ് പൊസിഷൻ ചെയ്തത്. ഇപ്പം നൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിലും നൈക്കിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നൈക്കി പോലെ ഉള്ള വേറെ ഏതെങ്കിലും ബ്രാൻഡ് ഉണ്ടാവോ? ഗോനെ കുറിച്ച് പറയണം. ഗോ ആസ് എ സ്റ്റുഡൻ്റ് ആയ പറയൂ. ഗോ ആക്ച്വലി എന്താ പറയാ, ഞാൻ ആസ് എ സ്റ്റുഡൻ്റ് ആയ സമയത്ത് എനിക്ക് തന്നൊരു പ്രൊജക്റ്റ് ആയിരുന്നു, ബ്രാൻഡിങ് പ്രൊജക്റ്റ് ആണ്. അപ്പം അതിൽ എനിക്ക് തന്ന ബ്രീഫ് ഇതായിരുന്നു, ഒരു വാട്ടർ ബോട്ടിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഓക്കെ, ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസർച്ച് ചെയ്യാം, കേസ് സ്റ്റഡീസ് വർക്ക് ചെയ്യാം എന്നുള്ള. അങ്ങനെ പോയ സമയത്ത് എൻ്റെ കോമ്പറ്റീറ്റീവ് ലിസ്റ്റിൽ ഓൾറെഡി ഈ സ്റ്റാൻലി ഉണ്ട്, അതുപോലെ തന്നെ ടപ്പർവെയർ ഉണ്ട്, ഹൈഡ്രോ ഫ്ലാസ്ക് ഉണ്ട്, ട്രീ ട്രൈബ്, അങ്ങനെ കുറച്ച് അത്യാവശ്യം ഇൻഡസ്ട്രിയിൽ മേജറായിട്ട് നിൽക്കുന്ന കുറേ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എങ്ങനെ നമുക്ക് ഡിഫറെൻ്റ് ആക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഇനീഷ്യൽ തോട്ട്. അങ്ങനെ അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്ത് വലിയ സ്പേസ് കണ്ടെത്തി. ആ സ്പേസ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഈ പറഞ്ഞ പോലെ ഈ നൈക്കും അഡിഡാസും പിന്നെ ഈവൻ റെഡ് ബുള്ളൊക്കെ എങ്ങനെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരെ സ്ട്രാറ്റജി ഒന്ന് നോക്കിയപ്പോൾ നമുക്കിതിൽ വർക്കബിളാണ്, ഡൂവബിളാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ചെയ്തെടുത്തൊരു ബ്രാൻഡാണ് ആക്ച്വലി ഗോ. അതുകൊണ്ടാണ് ഇതൊരു മോർ ലൈക്ക് ഒരു വാട്ടർ ബോട്ടിൽ കോൺസെപ്റ്റിനെക്കാട്ടി കൂടുതൽ ഒരു ആക്ഷൻ ഓറിയന്റഡ് ആയിക്കണം എന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് എനർജി കൊണ്ടുവരുന്നത് വെള്ളം കുടിച്ചിട്ടാണ്. അല്ലെങ്കിൽ സയന്റിഫിക്കലി ഞാൻ പറഞ്ഞതല്ല, സയന്റിഫിക്കലി ഡോക്ടേഴ്സ് വരുന്നത് രാവിലെ എനിക്ക് വെള്ളം കുടിക്കണം എന്നുള്ളത്. അപ്പം ആ ഒരു കൾച്ചറിൽ ഒരു ലൈഫ് സ്റ്റൈലേക്ക് മാറ്റാൻ അത് ചെയ്തത് സ്റ്റാൻലി ആണ്. പക്ഷെ സ്റ്റാൻലി കുറച്ചുകൂടി
ഒരു എന്താ ലൈഫ് സ്റ്റൈൽ രീതിയിലാണ് പോകുന്നതെങ്കിലും പക്ഷെ ഞാൻ ഗോള് കണ്ട വിഷയം എന്ന് പറയുന്നത് അല്ല, ഇത് വെറും ലൈഫ് സ്റ്റൈൽ ആക്കരുത്, ഇത് ഒരു ഭയങ്കര ക്രേസ് ആയിട്ട് പോകണം, അതിൽ ഭയങ്കര ഇന്നോവേറ്റീവ് ആയിരിക്കും, അതിൻ്റെ കൂടെ തന്നെ ആൾക്കാർക്ക് ഇത് മതി എന്ന് പറയുന്ന സംഭവം ഫീൽ ചെയ്യണം. അങ്ങനെയാണ് ഗോ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് നൈക്കിനെ കോമിറ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് പൊസിഷനിങ് ഗോന് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ലൈക്ക് ഗോൻ്റെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ബ്രാൻഡിങ്ങിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റത്തെ ബാച്ച് സ്റ്റുഡൻസ് ആണ്. അതിൽ ഗോ ഉണ്ട്, പിന്നെ മെസ്മെറാനും ഉണ്ട്, പിന്നെ പെറ്റിൻ്റെ ഇതുണ്ടായിരുന്നു, പിന്നെ അങ്ങനെ കുറച്ചധികം ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു. എലൂനിയ. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുക്കുന്നതൊക്കെ ഡമ്മി പ്രോജക്ട്സാണ്. എക്സാക്ട്ലി. ഇതെന്തിനാ ശരിക്കും പറഞ്ഞാൽ ഡമ്മി പ്രോജക്ട്സ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസൈനേഴ്സ് കുറേ പ്രാക്ടിക്കൽ സാധനങ്ങൾ ചെയ്ത് ഓൾറെഡി ക്ലയൻറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്കൊരു ഡമ്മി പ്രോജക്റ്റ് കൊടുക്കുമ്പോൾ ലിമിറ്റേഷൻ ബ്രേക്ക് ആവുക എന്നുള്ളതാണ്. തോട്ട് പ്രോസസ്സ് എന്ത് വേണമെങ്കിലായിക്കോട്ടെ, അവിടെ ക്ലയൻറ്റ് എന്താ പറയുക ഇങ്ങനെ ലൈക്ക് ഇതല്ല വേണ്ടത് ഇതാണെന്ന് പറയാൻ ആളില്ല. ഇവിടെ വേണ്ട നമുക്ക്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റേഷൻസ് ബ്രേക്ക് ചെയ്തിട്ട് കുറച്ച് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അന്ന് നമ്മളെ കൂടെ ബാച്ചിലുണ്ടായിരുന്ന എല്ലാവരും ഭയങ്കര കുറച്ചും കൂടി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ലൈക്ക് കുറച്ച് ആൾക്കാർ സോഷ്യൽ മീഡിയ മാത്രം ചെയ്യുന്ന ആൾക്കാർ, കുറച്ച് ആൾക്കാർ ഇന്നത് മാത്രം ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ കുറേ ഏരിയയിൽ സ്റ്റക്ക് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവർക്ക് ഇത് കിട്ടുമ്പോഴത്തേക്ക് ഭയങ്കര എക്സ്പ്ലോർ ചെയ്യാനുള്ള മൈൻഡ് സെറ്റാണ്. ഓക്കെ, അടുത്ത് ചെയ്യുക, എന്തൊക്കെ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് ലൈക്ക് നിങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഓക്കെ ഇന്നത് ഈ പരിപാടിയിലേക്ക് അലൈൻ ചെയ്യാൻ പറ്റുന്നതല്ലേ, അല്ലെങ്കിൽ ഞാൻ ബിഹാൻസിൽ കാണുമ്പോഴത്തേക്ക് അത് എടുത്ത് വെക്കും, അല്ലെങ്കിൽ പുറത്തെന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇതിലേക്ക് എടുത്ത് വെക്കും. അപ്പോൾ ഇങ്ങനത്തെ കുറേ ലൈക്ക് എക്സ്പ്ലോറേഷനാണ് ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് ഇങ്ങനൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു പരിപാടി. ആൻഡ് ഇതിലേക്ക് ലൈക്ക് ഫൈമ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ലോഗോ, ടൈപ്പ് ഫേസ് ലോഗോ ആണ് അല്ലേ, വേറെ ഐക്കൺ വേർഡ് മാർക്ക് ലോഗോ. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്? ഇതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈം ചെയ്തതിൽ നമുക്ക് ഇപ്പോഴും എന്നും പറയാൻ പറ്റുന്ന ടോപ്പ് വർക്കാണത്. അപ്പോൾ ലൈക്ക് അതിനൊരു ഗഡ് ഫീലിംഗ് വേണം. ലൈക്ക് നമ്മളൊരു സാധനം കൊണ്ടുപോയി എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ധൈര്യം വേണമല്ലോ, ഇത് ചെയ്യാം എന്നുള്ളൊരു സാധനം. അപ്പോൾ ഈ പ്രോസസ്സ് അറിയണ്ട, ആ ധൈര്യം ഇവിടെ നിന്നല്ല, ഈ പ്രോസസ്സ് അറിയണ്ട. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം പറഞ്ഞത് ധൈര്യം എന്ന് പറയാൻ എന്താ പറയുക, ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഞാൻ ചെയ്യുന്ന ബ്രാൻഡിങ്ങാണ്. ഈ ബ്രാൻഡിങ് ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലം അതാ, ലിമിറ്റ് ഇല്ല, അതൊക്കെ കൈ വിട്ട പോലെ പോയിട്ട് അതാണ് ആക്ച്വലി എന്താ പറയുക, അതായിരുന്നു ഇതിൻ്റെ പ്രോസസ്സ് എന്നും പറയാം. എൻ്റെ ഒരു ഇപ്പോൾ ഗോ ചെയ്ത സമയത്ത് എന്താ പറയുക, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ റിസർച്ച് എന്ന് പറയുന്ന പാർട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് ഗോ എന്ന് പറയുന്ന ഒരു ഐഡിയ വന്നത്. കാരണം റിസർച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റെഗുലർ ആയി പോയേനെ. അപ്പം അങ്ങനത്തെ ഒരു വർക്ക് വന്നു. ഓക്കെ നമുക്ക് സ്പേസ് കണ്ടെത്തി, അപ്പോൾ സ്പേസ് ഫില്ലാക്കണം. അതായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. അല്ലെങ്കിൽ ഓക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഓക്കെ ഗോ എന്ന് പറയുന്ന ടേം മുതൽ അല്ലെങ്കിൽ അങ്ങനത്തെ ബ്രാൻഡിൻ്റെ ഐഡിയ മുതൽ നമുക്ക് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇത് നമുക്ക് ഇങ്ങനെ എസ്തെറ്റിക്കലും അല്ലെങ്കിൽ എന്താ പറയുക ആൾക്കാരെ എങ്ങനെ കൺവിൻസ് ചെയ്യണമെന്ന് പറയുന്ന പാട്ട്. കാരണം വാട്ടർ ബോട്ടിലാണ്, അപ്പം അതൊരു ലൈഫ് സ്റ്റൈലൊക്കെ അപ്പുറത്ത് അത് കുറച്ചുകൂടി ഓക്കെ ആൾക്കാരെ ഒരു എലമെന്റ് വേണം ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ആ ബേസിൽ വർക്ക് ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞ ബ്രാൻഡിങ്ങിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ ഇനീഷ്യലി ആക്ച്വലി ഗോ എന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ ലോഗോ പോലും ഞാൻ ഫസ്റ്റ് പ്രസൻറ്റ് ഓക്കെ നമ്മൾ ഐഡിയ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് വെക്കുമ്പോൾ ഒരു ടൈപ്പ് എന്തെങ്കിലും വെക്കണം, ഒരു ടൈപ്പ് ഫേസ് വരണം. അത് വെച്ചപ്പോൾ എനിക്കത് ഓക്കെ ആയി. കാരണം എനിക്ക് കൂടുതൽ ചിന്തിക്കാൻ തോന്നുന്നില്ല. എനിക്ക് വേറെ അത് വെച്ചതിന് ശേഷം പിന്നെ വേറെ വർക്ക് എനിക്ക് അങ്ങോട്ട് പോകുന്നില്ല. എനിക്ക് ഓക്കെ ആയി. അപ്പോൾ ഞാൻ തൽക്കാലം ഒന്ന് അവിടെ വെച്ചിട്ട് ബാക്കി അതിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ബ്രാൻഡിങ്ങിൻ്റെ പരിപാടി വർക്ക് ചെയ്തു. അതിൻ്റെ ടോൺ എങ്ങനെയായിരിക്കും, അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതിൻ്റെ വോയിസ് എങ്ങനെയായിരിക്കും, അതിനൊക്കെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്ത് അങ്ങനെ പോകുമ്പോഴും എനിക്ക് ആ ലോഗോ അതന്നെ മതി, എനിക്ക് ആ മാറ്റം തോന്നില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ഫേസ് ലോഗോയിൽ വേർഡ് മാർക്ക് ലോഗോ എന്ന് പറയുന്നത് ഏറ്റവും ഈസിയസ്റ്റ് ലോഗോ ആണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ പറയാം. അപ്പോൾ ഞാൻ ആ ലോഗോ തന്നെ എനിക്ക് കൺവിൻസ് ആക്കേണ്ട ഒരു എലമെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിലെന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന പോലെ അതിലൊരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്. ഇപ്പോൾ ലോഗോയിൽ എന്തുകൊണ്ടൊരു എക്സ്ക്ലമേഷൻ മാർക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വലിയ ക്വസ്റ്റ്യനാണ്. അപ്പോൾ എനിക്ക് കൺവിൻസ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിനെ എനർജി മാർക്കറ്റ് കണ്ടു. അപ്പോൾ സ്റ്റോറി വർക്ക് ആവുന്നുണ്ട്, ലോഗോ ആണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവം അതിൽ വർക്ക് ആവുന്നുണ്ട്, നമ്മൾ ആ ബ്രാൻഡിൻ്റെ ഒരു ബിഹേവിയർ അതിൽ വർക്ക് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് എക്സ്ക്ലമേഷൻ മാർക്ക് വരുന്നത്. എക്സ്ക്ലമേഷൻ മാർക്കിന് അപ്പുറത്ത് ഞാനൊരു എനർജി മാർക്കറ്റ് കണ്ടു. അപ്പം എനർജി മാർക്കില്ലാത്ത ഗോ വെറും ഗോ ആയിപ്പോവും. അതായിരുന്നു ഞാൻ കൊടുത്ത ഡെഫിനിഷൻ. അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് സ്റ്റോറീനെ അല്ലെങ്കിൽ ആ ഒരു ലോഗോൻ്റെ സ്റ്റോറി പറയുന്ന സമയത്ത് ഞാൻ ഡിഫൈൻ ചെയ്തത് അങ്ങനെ.
അതൊരു എനർജിയാണ്. കാരണം പേരിൽ തന്നെ ഉണ്ട്, അതൊരു മെറ്റഫറായിട്ട് നമുക്ക് വേണ്ടി കാണാം. ഗോ എന്ന് പറയുന്നത് ഏത് രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. എണീച്ച് പോടാ എന്ന് പറയുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ഗോ. അല്ലെങ്കിൽ ഗോൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നതാണ്. ലിറ്ററലി ഗോ ഉണ്ടായത് റിസർച്ചിലൂടെയാണ്. പിന്നെ കണ്ടത് മൊത്തം എന്താ പറയുക, എസ്തെറ്റിക്കലി ഗോ കൺസീവ് ചെയ്തതിന് ശേഷം വർക്ക് ചെയ്തപ്പോഴാണ്. ഇത് ബേസ് ചെയ്തിട്ടുണ്ട് എനിക്ക്. അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് മുമ്പ് ഞാൻ ബ്രേക്ക് ചെയ്യാണ്. ഒന്ന് പെർസെപ്ഷനെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കണം ഇത് കഴിഞ്ഞാൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ലൈക്ക് എന്താ പറയുക, ബാരിയേഴ്സിനെ കുറിച്ചിട്ട് റിസർച്ച് എത്രത്തോളം ബാരിയേഴ്സ് കടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇതിനെക്കുറിച്ച് സംസാരിക്കണം. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കാം. ബ്രാൻഡിങ് കുറച്ചും കൂടി പ്രാക്ടിക്കലാണ് അല്ലേ? പ്രാക്ടിക്കലാണ്. ആനിമേഷൻ പ്രാക്ടിക്കലല്ല. അതിനെന്താ എങ്ങനെ ബാലൻസ് ചെയ്യുന്നത്? ലൈക്ക് എങ്ങനെ അത് സ്വിച്ച് ചെയ്യുന്നത്? ആ ഒരു പെർസെപ്ഷനെ സ്വിച്ച് ചെയ്യല്ലേ ആക്ച്വലി. ലൈക്ക് എന്താ പറയുക, ടോം ആൻഡ് ജെറിയിൽ തലക്കൊരു സാധനം അടിച്ചെടുത്ത് കഴിഞ്ഞാൽ മൊത്തം പറ്റിപ്പിടിച്ചവിടെ നമുക്ക് ലോജിക്ക് മാറ്റി വെച്ചിട്ടാണ് ആനിമേഷൻ ചെയ്യേണ്ടത്. ഇനി ബ്രാൻഡിങ്ങിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ ചില സമയത്ത് എന്താ പറയുക, ഇവര് ഡിസൈനേഴ്സ് കുറച്ച് ഫോണ്ട് ചെറുതാക്കുമ്പോൾ അത് പ്രീമിയം ഫീലിനാണ്. ഞാൻ പറയാം അത് യൂസറിന് വായിക്കാൻ പറ്റൂല, അങ്ങനെയാ പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എങ്ങനെ ബാലൻസ് ചെയ്യുന്നത്? അത് ഞാൻ ബാലൻസ് എങ്ങനെ ചെയ്യുന്നു വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി എന്താ വെച്ചാൽ 3D ചെയ്യുന്ന സമയത്ത് ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഡിസൈനറാണ്, ഒരു പ്രൊഫഷണൽ ഡിസൈനറാണ്. എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് സ്വിച്ച് അങ്ങനത്തെ സ്വിച്ച് വർക്ക് ആവുന്നുണ്ട്. എന്തൊരു സ്വിച്ച് അവിടെ വരുന്നുണ്ട്. അത് മനഃപൂർവ്വം വരുന്നതല്ല, പക്ഷെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫൈൻ പറഞ്ഞൊരു സാധനമുണ്ട്, ഫസ്റ്റ് പറഞ്ഞൊരു സംഭവമുണ്ട്, ഫൈൻ ഒന്നും ചെയ്യണ്ട എല്ലാം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാനും അത് ആഗ്രഹിക്കുന്ന ആളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് ഏരിയ ഉണ്ട്. ടൈപ്പോഗ്രഫിയിൽ ഇന്നത് ചെയ്യണം, ഇന്ന സംഭവം ചെയ്യണം, ഇത് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് നമ്മൾ തലയിൽ ഇൻബിൽട്ടാക്കി വെച്ചിട്ടാണ്. ഇന്നതിലേക്ക് പോകുമ്പോൾ ഇന്നത് സ്വിച്ച് ആവണം, ഇന്നതിലേക്ക് പോകുമ്പോൾ ഇന്നതാവണം. എനിക്ക് അതെല്ലാം തോന്നുന്നു നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാത്തത് കൊണ്ടാണ് അത് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. മേ ബി അതായിരിക്കും. നമ്മൾ കംഫർട്ട് സോൺ എല്ലായിടത്തും ഉണ്ടാവാം. മേ ബി എനിക്ക് തോന്നുന്നു അല്ല, നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓക്കെ പ്രാക്ടിക്കൽ ചിന്തിച്ച് അങ്ങനെ പോയാൽ മതി. ഇന്ന സാധനം മാത്രം ചെയ്ത് പോയാൽ മതി എന്നുള്ളത്. ഫസ്റ്റ് കംഫർട്ടബിൾ ബ്രേക്ക് ചെയ്താൽ ഇവരുടെ കറക്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ലൈക്ക് വേർഡ് മാർക്കിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. വേർഡ് മാർക്ക് ലോഗോവും ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിലും നമുക്ക് ഒരു ലോഗോ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ വേർഡ് മാർക്ക് ചെയ്തിട്ട് കൊണ്ടുവരും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ളത് വേർഡ് മാർക്കാണ്. ഓക്കെ, അതെന്താ അറിയോ, ടൈപ്പോഗ്രഫി ഭയങ്കര റിസ്ക്കാണ്, ഭയങ്കര ബിഹേവിയർ ഉള്ള പരിപാടിയാണ്. അപ്പോൾ ഈ ബിഹേവിയർ ലോങ് ടേമിലേക്ക് കാണണം. കറക്റ്റാണ്. നമ്മൾ ബ്രാൻഡിങ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ക്ലയൻറ്റിനെ കൺവിൻസ് ആക്കണം, വിഷ്വലി സ്റ്റണ്ടിങ് ആവുക, പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ വിചാരിച്ചു വെക്കുക, ആം എ ബ്രാൻഡ് ഡിസൈനർ, ഞാനാണ് ഈ ബ്രാൻഡിന് ലൈഫ് കൊടുക്കുന്നത്, അപ്പോൾ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ ഏറ്റവും ടഫസ്റ്റ് പാർട്ടായിട്ടുള്ളത് എനിക്ക് പേഴ്സണലി എനിക്ക് എന്ത് വെച്ചാലും റെഡി ആവില്ല. ഫോണ്ട് ആഷിഫൊക്കെ എടുത്ത് വെച്ചത് ലൈക്ക് അവൻ്റെ വർക്കിൻ്റെ സ്പീഡുണ്ട്, അത് വേറെയാണ്. പക്ഷേ ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പ്രാക്ടിക്കലാവും. ഓക്കെ, 10 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫോണ്ടിന് എന്താ പറയുക റെലവൻ്റ് ആണോ, അല്ലെങ്കിൽ ഈ ഫോണ്ട് ഒരു ഇപ്പോഴത്തെ ട്രെൻഡിങ് ഫോണ്ട് വെച്ചിട്ട് ഞാൻ ചെയ്യില്ല. അത് നിർബന്ധമാണ്. ട്രെൻഡിങ് ഫോണ്ട് വെച്ച് ഒരു പരിപാടിയും ചെയ്യില്ല. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നാളെ പോകുന്നത്. അപ്പോൾ ഈ ഫോണ്ടിൻ്റെ ബിഹേവിയറും ഈ ഫോണ്ടിൻ്റെ ആറ്റിറ്റ്യൂഡും ലോങ് ടേമിലേക്ക് അലൈൻ ആവുന്നുണ്ടോ, നമ്മളെ ബിസിനസ് അലൈൻ ആവുന്നുണ്ടോ, അത് മാറ്റർ അല്ലേ എന്നുള്ളതാണ് ഞാൻ മാറ്ററാണ് ആക്ച്വലി. അത് നിങ്ങൾ പറഞ്ഞ ട്രെൻഡിങ് ഫോണ്ട് യൂസ്, ഇപ്പോൾ ഡിസ്പ്ലേ ഫോണ്ടാണ് ഇപ്പം നല്ല കുറച്ച് കാലമായിട്ട് ട്രെൻഡിങ് ഉണ്ടായിരുന്നു. പക്ഷെ കുറേ ബ്രാൻഡിങ് കണ്ടിട്ടുണ്ട്. ഞാൻ ശരിക്കും എക്സ്പീരിയൻസ് സംഭവമുണ്ട്. ഞാൻ ഹൈലൈറ്റ് പോയ സമയത്ത്, ബിസിനസ് പാർക്ക് പോയ സമയത്ത് ഒരു ഫ്ലോർ ഇറങ്ങി ഒരു അറ്റം മുതൽ ഈ അറ്റം വരെ പോയിക്കുന്ന കംപ്ലീറ്റ് റീബ്രാൻഡിങ് നമുക്ക് സ്കോപ്പുള്ളതാണ്. എല്ലാവർക്കും റീബ്രാൻഡ് കൊടുക്കാൻ പറ്റും. കാരണം എല്ലാവരും ലോഗോ ഓൾമോസ്റ്റ് ഇതാന്ന് വെച്ചാൽ ഇപ്പത്തെ ഒരു കൈൻഡ് ഓഫ് ഫോണ്ടിങ്ങും ആ ഒരു സ്റ്റൈൽ പിടിച്ചിട്ടൊക്കെ പോകും. പക്ഷെ ഞാൻ ഗോ ചെയ്തപ്പോഴാണ് അത് കുറച്ച് റിയലൈസ് ചെയ്തത്. കാരണം ഗോ എന്ന് പറഞ്ഞ ലോഗോ മെമ്മറബിൾ ആക്കുന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ
അതിൽ വന്ന എക്സ്ക്ലമേഷൻ മാർക്കാം, അത് ഞാൻ ഡിഫൈൻ ചെയ്ത സ്റ്റോറിയാണ്. അപ്പോൾ മേ ബി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് മാർക്കിൽ തന്നെ എന്തെങ്കിലും സ്റ്റോറി വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ജില്ലറ്റ് കാർഡ്, ജില്ലറ്റ് എന്ന് പറയുന്നത് ഒരു ടൈപ്പോഗ്രഫി ലോഗ, അതിനെ എല്ലാവർക്കും മെമ്മറബിൾ ആക്കുന്ന അതിൻ്റെ ഒരു ബ്ലേഡിൻ്റെ ഒരു കട്ട് ആക്ച്വലി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഹുക്ക് ആൾക്കാർക്ക് കുറച്ചുകൂടി കണക്റ്റ് ആവുന്നൊരു സംഭവം വന്നു കഴിഞ്ഞാൽ, കാരണം ആദ്യം എൻ്റെ ലോഗോ എന്ന് പറയുന്നത് ബ്രാൻഡിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു വൺ ഓഫ് എ പാർട്ട് മാത്രമാണ്. വൺ ഓഫ് എ പാർട്ട് എന്ന് പറയുമ്പോൾ ഒരു മേജർ ആയിട്ടുള്ള ഒരു പാർട്ടായിട്ട് വേണമെങ്കിൽ പറയാം. അപ്പം അത് കണക്റ്റ് ആക്കുക എന്നുള്ള, അപ്പം ലോഗോ മെമ്മറബിൾ ആക്കുക എന്ന് പറയുന്നത് സെയിം പരിപാടി തന്നെയാണ്. ടൈപ്പ് ഫേസ് ലോഗോ വെക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, പക്ഷെ അതിന് നമ്മൾ മെമ്മറബിൾ ആക്കുന്ന ഒരു സംഭവമുണ്ട്. അത് ആണ് ആക്ച്വലി ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഞാനത് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കിയത് ഗോ ചെയ്തപ്പോഴാണ്, അത് ഫാക്റ്റാ. പിന്നെ ഞാൻ അതുപോലെ ട്രക്കിംഗ് ബർഗ് എന്ന് പറഞ്ഞൊരു ലോഗോ ചെയ്തതും ടൈപ്പ് ഫേസ് ലോഗോ. പക്ഷെ അതിനും പറഞ്ഞ പോലെ മെമ്മറബിൾ ആക്കുന്നത് അതിൽ സീനെ ഞാൻ ഒരു ക്യാരക്ടറാക്കി മാറ്റി, ആ ഒരു ക്രഞ്ച് ചെയ്യുന്ന ഒരു ക്യാരക്ടറാക്കി മാറ്റി. അപ്പോൾ കുറച്ചുകൂടി അടിപൊളിയായി, അത് മെമ്മറബിൾ ആക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എന്തൊരു എലിമെന്റ് വരുമ്പോഴാണ് ആക്ച്വലി നിൽക്കാന്നുള്ളത്. അത് ഇതേപോലെ ടൈപ്പ് ഫേസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ലാസ്റ്റ് ടൈം ഞാനും ആഷിഫ് ഇങ്ങനെ ഇരുന്നിട്ട് ബ്രാൻഡിങ് വെബ്സൈറ്റും ഉണ്ടാക്കുകയാണ് ഡിസൈൻ സ്കൂളിൻ്റെ. അപ്പോൾ ആഷിഫ് 2-3 ഫോണ്ട് എനിക്ക് എടുത്ത് കാണിക്കുകയാണ്. ആഷിഫ് എടുത്ത് കാണിക്കുന്നതൊക്കെ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള നോർമൽ ലൈക്ക് നമ്മൾ കാണുന്ന സാധനങ്ങളാണ്. പക്ഷെ എനിക്കത് അങ്ങോട്ട് റെഡി ആവുന്നില്ല. എന്നിട്ട് ഞാൻ അവിടെ ഒരു ഡിസ്കഷൻ ഇട്ട്, എടാ ഇത് ഒരു എന്താ പറയുക മടുക്കൂലെന്ന് ചോദിച്ചു ഈ ഫോണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഏത് ഫോണ്ടും റെഡി ആവുന്നില്ല. മടുക്കൂലെന്ന് പറഞ്ഞപ്പോൾ പ്രാക്ടിക്കൽ ആവാൻ തുടങ്ങിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. പ്രാക്ടിക്കൽ ആവുക എന്ന് പറയുന്നതും ഞാൻ ആഷിഫിൻ്റെ അടുത്ത് ഒബ്സർവ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ആഷിഫ് റൂള് പഠിച്ചിട്ട് ബ്രേക്ക് ചെയ്ത ആളാണ്. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് റൂള് പഠിച്ച് ബ്രേക്ക് ചെയ്ത ആൾ. അപ്പോൾ ഞാൻ ടൈപ്പോഗ്രഫി തൊടുമ്പോൾ പേടിയാവും, ലൈക്ക് അത് എങ്ങനെ കറക്റ്റ് വെക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്പോഗ്രഫി ക്രൈംസൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നോക്കും. ആൻഡ് എങ്ങനെയാണ് ഫഹീമിന് ഈ പറഞ്ഞ പോലെ ഒരു ഗട്ട് ഫീലിംഗ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഒരു സാധനം ചെയ്യാം, ഇതിങ്ങനെ പോവാം. ടൈപ്പോഗ്രഫി എന്നല്ല, എന്താവട്ടെ, എന്ത് ഡിസൈൻ ആവട്ടെ, നമ്മൾ റൂൾ ബ്രേക്ക് ചെയ്തിട്ട് ചെയ്യാനുള്ളത്. വിഷ്വലി അത് കണക്റ്റ് ആവുന്നുണ്ടാവും. ഓക്കെ, അതിൽ ഞാൻ അങ്ങനെ റൂൾ ബ്രേക്ക് ചെയ്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ TBWൻ്റെ ലോഗോ അഗൈൻ ടൈപ്പ് ഫേസ് ലോഗോ, അത് മെമ്മറബിൾ ആക്കുന്നത് ഇതുപോലെ റൂൾ ബ്രേക്കിംഗ് സംഭവം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് TBWൻ്റെ ലോഗോ അല്ലെങ്കിൽ TBW മെമ്മറബിൾ ആക്കുന്നത് നല്ല ഒരു സ്ലാഷ് ഉണ്ട് ലോഗോ ഉണ്ട്. അതാണ് ആക്ച്വലി നമ്മളെ ഐഡന്റിറ്റി. അതിനൊരു സ്റ്റോറി ഒക്കെ ഉണ്ട്, ഡിസ്ട്രപ്ഷൻ എന്ന് പറയുന്നൊരു ബ്രാൻഡ് സ്റ്റോറി, അല്ലെങ്കിൽ TBW അറിയപ്പെടുന്ന ഡിസ്ട്രപ്ഷൻ എന്ന് പറയുന്ന ടൈമിലാണ്, ഡിസ്ട്രപ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ടൈമിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അഗൈൻ ഈ ഒരു നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പാർട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ റൂള് ബ്രേക്ക് ചെയ്താൽ, ഇപ്പോൾ ഞാൻ ആഷിഫ് ഖാൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ആഷിഫ് ഖാൻ ഭയങ്കരമായിട്ട് റൂള് ബ്രേക്ക് ചെയ്യുന്ന ആളാണ് നിങ്ങൾ പറഞ്ഞ പോലെ. പക്ഷെ മൂപ്പര് റൂള് ബ്രേക്ക് ചെയ്താലും അതിന് ബ്യൂട്ടി ഉണ്ട്, അത് മെമ്മറബിൾ ആക്കുന്നുണ്ട്. ഭയങ്കര രസമാണത്. അതെന്താ അറിയോ, ലാസ്റ്റ് ടൈം ഫഹീമും ഇതേപോലെ 12 Day 12 Design ചലഞ്ചിന് ഒരു ക്യൂബ് ബോക്സ് അല്ലേ, ക്യൂബ് മാന് ചെയ്ത സമയത്ത് ആ ക്യൂബ് മാൻ എന്തൊക്കെ പരിപാടി നടക്കും, എല്ലാം ചെയ്യാലോ, എന്ത് വേണമെങ്കിലും ചെയ്യാലോ. ഞാൻ എക്സ്പ്ലോർ ചെയ്തൊരു പാർട്ടാണ് ഒരു ക്യൂബ്. ആക്ച്വലി ക്യൂബ് മാൻ്റെ സ്റ്റോറി എന്താ വെച്ചാൽ 3D വർക്ക് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ബേസിക്കലി കാണുന്ന എല്ലാ മോഡൽസും ഒരു ക്യൂബെന്നോ അല്ലെങ്കിൽ ഒരു ബേസിക്കലി ക്യൂബിൽ നിന്നാണ് യൂഷ്വലി എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ബ്ലെൻഡർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിലാണ്. അപ്പം ആ സോഫ്റ്റ്വെയർ തുറന്ന് പാടെ നമുക്ക് ബേസിക്കലി കാണുന്നത് ഒരു ക്യൂബാണ്, ഫസ്റ്റ് കിട്ടുന്ന ക്യൂബാ. അത് കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഫൺ ഫാക്ട് ഉണ്ട്, ആ ക്യൂബ് ഡിലീറ്റ് ആക്കിയിട്ട് എഗിൻ ആ ക്യൂബ് ഇട്ടിട്ട് വർക്ക് ചെയ്ത്, അങ്ങനെ ഒരു സംഭവം. അത് ഡീഫോൾട്ട് സെറ്റിംഗ്, ക്യൂബ് ഒന്നും നടക്കില്ല, ഡീഫോൾട്ടാണ്. അപ്പം അല്ല ചെയ്യുന്നവരുണ്ട്, പക്ഷെ ജനറലായിട്ട് പറയുമ്പോൾ ക്യൂബ് നൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഹാർഡ് ബോർഡ് തുറന്നു വെക്കുന്ന പോലെ ഒരു ക്യൂബ് എന്നാണ് യൂഷ്വലി ഇപ്പോൾ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പം അതായിരുന്നു ഇൻസ്പോ. അപ്പം ക്യൂബിനെ ഒരു ക്യാരക്ടറാക്കി മാറ്റണം, ക്യൂബിന് ലൈഫ് ഉണ്ട്. അപ്പം ഇതൊന്നും പ്ലാൻഡ് അല്ല, കാരണം 12 Days ചാലഞ്ച് എന്ന് പറയുന്നത് എന്താ പറയാ, ഇന്ന് തന്ന് നാളെ സബ്മിറ്റ് ചെയ്യണം, അതാണ് ഐഡിയ. അപ്പോൾ ഇന്ന് പ്ലാൻ ചെയ്യണം, ഇന്ന് ചെയ്യണം, നാളെ പോകണം എന്നുള്ളതാണ്. അപ്പോൾ ആ ടൈമിൽ ഓക്കെ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങനെ പെട്ടെന്ന് ഒരു സംഭവം വന്ന് നോക്കിയാൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു ക്യാരക്ടറാക്കി മാറ്റി, ക്യാരക്ടർക്ക് അങ്ങനെ ആയതാണ്, ഓൺ ദ ഫ്ലോ വന്നതാണ്. അപ്പം ക്യൂബിൻ്റെ ആനിമേറ്റ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആനിമേറ്ററിന് ഏറ്റവും അടിപൊളിയായിട്ട്
ആനിമേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താ പറയുക ഒരു ഹ്യൂമൻ ബീനെക്കാട്ടും അടിപൊളി ഒബ്ജക്ട്സിനെ ആനിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കാരണം ക്യൂബിനെ സംബന്ധിച്ചിട്ട് അതിന് കൈയില്ല, അതിന് കാലില്ല, അതിന് തലയില്ല, അതിനൊരു ബോഡി ഇല്ല, അതിന് പ്രൊപ്പോർഷൻ ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഞാൻ ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനെ. ഓക്കെ, ആ ക്യൂബിന് കുറച്ചും കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്യൂബിന് റിയൽ ആയിട്ട് ഒരാൾ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ പ്രൊപ്പോർഷൻ എങ്ങനെയാണോ, ആക്ച്വലി പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഷേപ്സാണ്. കറക്റ്റ് ആണ്. ഇപ്പൊ സൂപ്പർമാൻ നമ്മൾ ചാടുന്ന സമയത്തുള്ള പ്രൊപ്പോർഷൻ നോക്കുകയാണെങ്കിൽ ഷേപ്പ് ഉണ്ട്. സെയിം ഷേപ്പ് ഓറിയന്റഡ് ആയിട്ട് തന്നെ വർക്ക് ചെയ്തത്. കാരണം നമ്മൾ ആനിമേഷൻ ചെയ്യുന്ന സമയത്ത് 2D ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതൊരു 3D ആണെങ്കിൽ പോലും പോസസ് ആണ് നമ്മൾ ചെയ്യുക. പോസസ് എന്ന് പറയുന്നത് ഷേപ്സാണ് അല്ലെങ്കിൽ ലൈൻസാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്കെച്ചിങ്ങിൻ്റെ സമയത്ത് നമ്മൾ യൂഷ്വലി പറയുന്ന സംഭവം എല്ലാവരും ചെയ്യുന്നൊരു എക്സസൈസാണ്. അതിന് ലൈൻ ഓഫ് ആക്ഷൻ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു എസ് പോലെ ആണെങ്കിൽ എസ് പോലെ ലൈൻ ഉണ്ടാവും. അതൊരു ഷേപ്പാണ്. ആ ഷേപ്പിന് ബേസിസിലാണ് ബേസിക്കലി ഷേപ്പിനെ മാനിപ്പുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഷേപ്പ് വെച്ചിട്ടൊരു ബിഹേവിയർ കൊണ്ടുവരാം. ഷേപ്പിനൊക്കെ ബിഹേവിയർ ഉണ്ട്. അങ്ങനെ ബിഹേവിയർ കൊണ്ടുവന്ന ഒരു ക്യാരക്ടറാണ് ആക്ച്വലി ക്യൂബ്മാൻ. അങ്ങനെ ഡിഫൈൻ ചെയ്താ പഠിക്കുന്ന ഒരാൾ ഫസ്റ്റ് ക്രാക്ക് ചെയ്യാൻ നോക്കുക മനുഷ്യന്മാരെ എങ്ങനെയാണ് നമ്മളൊരിക്കലും അങ്ങനെ ചെയ്ത് ഇതില് ബ്രേക്ക് ചെയ്ത് ഫസ്റ്റ് ഇതൊക്കെ ചെയ്ത് നൈസ് നൈസ്. അത് നല്ല പരിപാടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ആഷിഫിനോട് ഇതെല്ലാം ഒരു ലിമിറ്റേഷനും ഇല്ല. ഞാൻ അതിൻ്റെ പ്രാക്ടിക്കൽ ഇങ്ങനെ പക്ഷെ അത് എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. ലൈക്ക് ഞാൻ ഡിസൈൻ പ്രണർ ലോഗോ ചെയ്യുന്ന സമയത്ത് അതിന് വെറുതെ കൊണ്ടിട്ട് നമ്പറൊക്കെ വെച്ച് വെറുതെ കൊണ്ടിട്ട് ലൈൻസൊക്കെ വെച്ച് ഗ്രിഡൊക്കെ വെറുതെ ഉണ്ടാക്കി. അത് എന്തിനാ നോക്കേണ്ട ആവശ്യമില്ല. രസമുണ്ട്, കാണാൻ രസമുണ്ട്, ഔട്ട് രസമുണ്ട്, അത് മതി. അതാണ്. അപ്പം അത് വർക്കായിട്ടുണ്ട് എന്നുള്ളതാണ്. ലൈക്ക് എനിക്കൊന്ന് റൂള് ബ്രേക്ക് ചെയ്യണം. റൂള് ബ്രേക്ക് ചെയ്ത് മെമ്മറബിൾ ആക്കും. ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാർക്ക് ഒരു കംഫർട്ട് സോൺ ഉണ്ട്. അത് ബ്രേക്ക് ആകുമ്പോൾ ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആ ഒരു മെമ്മറബിൾ നിൽക്കും. അത് കറക്റ്റ്, ആ ഒരു ഫാക്റ്റാണ് അത്. ആൻഡ് ലൈക്ക് ഇപ്പം ആനിമേഷൻ്റെ പ്രോസസ്സായിട്ട് തന്നെ ഉണ്ടോ ലൈക്ക് ഫൈമിന് എന്തെങ്കിലും? ആനിമേറ്റേഴ്സ് ഒന്നും ഒരു ഡയറക്ടർ സെൻസിൽ കാണണം എന്നുള്ള. അപ്പം അതിനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ എഗൈൻ ഒരു ഡയറക്ടേഴ്സ് ഒരിക്കലും നമ്മളടുത്ത് വന്നിട്ട് ക്യാമറ വെച്ച് നിൽക്കുന്നുണ്ടാവില്ല. അവിടെ സ്റ്റേജ് ചെയ്യുന്നത് നമ്മളാണ്. ആക്ച്വലി കംപ്ലീറ്റ് പ്രോജക്റ്റ് ഫുൾ ഓഫ് ചെയ്യുന്നുണ്ടാവും. ഒരു ആനിമേഷൻ നമ്മളാണ് അവിടെ ആക്ട് വർക്ക് ആവുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രോസസ്സിൽ പറയുകയാണെങ്കിൽ എവറിഡേ ചെയ്ത സമയത്ത് അഗെയിൻ ആ ഒരു വിഷൻ വേണം. എന്താണ് നമ്മളൊരു എന്താ പറയുക ആനിമേഷൻ ചെയ്യാൻ പോകുന്നത്, ആ ഒരു ആനിമേഷൻ സ്റ്റേജിങ് എന്താ, അല്ലെങ്കിൽ ആ ഒരു ആക്ട് എന്താണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിൽ കാണണം, അല്ലെങ്കിൽ നമ്മൾ കണ്ണിൽ കാണുന്നത്. അതിൻ്റെ ബേസ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രീ വിഷ്വലൈസിങ് വർക്ക് ചെയ്യും. ആൻഡ് അഗെയിൻ നമ്മളൊരു ആക്ടിങ് വർക്ക് ചെയ്യും. എന്നിട്ട് അത് വെച്ച് കമ്പയർ ചെയ്യും. നമുക്ക് ടൈമിങ് കിട്ടും. എന്നിട്ട് നമ്മൾ ആനിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എവറിഡേൻ്റെ കേസിൽ ഒരു ക്യാരക്ടർ ബേസ്ഡ് ആയിട്ട് പോയത് ഒരു ആനിമേഷൻ ഒരു ഷോർട്ട് ഫിലിമാണ്, ചെറിയൊരു ഷോർട്ട് ഫിലിമാണ്. അതിന് ഓവർ കാരണം ടെൻ കൺസ്ട്രെയിൻ കാരണം പെട്ടെന്ന് ചെയ്തു തന്നൊരു പ്രൊജക്റ്റാണ്. 1 വീക്ക് കൊണ്ട് പുൾ ഓഫ് ചെയ്തൊരു പ്രൊജക്റ്റാണ് ഹോൾ ആനിമേഷൻ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആനിമേറ്റേഴ്സ് ഒന്നും എപ്പോഴും അവർ ചെയ്യാൻ പോകുന്ന സംഭവം കണ്ണിൽ കാണാം എന്നുള്ളതാണ് ഞാനിന്ന് പറയുന്ന സംഭവം. എന്നാലും നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടുള്ളൂ. മറ്റേതൊക്കെ നമ്മൾ ബ്ലാൻഡായിട്ട് പോയി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ആനിമേഷൻ എന്ന് പറയുന്നത് ലിറ്ററലി അതാണ്, ലൈഫ് കൊടുക്കാം എന്ന് പറയുന്നൊരു സംഭവം. ഓക്കെ, ഇനി നമുക്ക് ലൈക്ക് മെല്ലെ മെല്ലെ വൈൻഡപ്പ് ചെയ്യുന്ന പോലെ ആക്കാം. ആൻഡ് ഓക്കെ, ഇതിൽ ചോദിക്കാനുള്ള ലൈക്ക് റിസേർച്ച് എന്ന് പറയുന്നത് ലൈക്ക് ആരും ഭയങ്കര അവെയർ അല്ല റിസേർച്ചിനെ കുറിച്ചിട്ടുള്ളത്. റിസേർച്ച് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. റിസേർച്ചിന് കുറേ മെത്തേഡ് ഉണ്ട്. അത് ചില ആൾക്കാർ നല്ലപോലെ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവാം, അതിൻ്റെ അപ്പുറത്തോട്ടേക്ക് ഡാറ്റ വേണ്ടതുണ്ടാവാം, അങ്ങനെ ഉണ്ടാവും. ആൻഡ് ഫൈമിൻ്റെ ഒരു റിസേർച്ച് പ്രോസസ്സ് എന്താണ്, അല്ലെങ്കിൽ റിസേർച്ച് എങ്ങനെ ചെയ്യാം, റിസേർച്ചിന് ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? റിസേർച്ച് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പറഞ്ഞ പോലെ റിസേർച്ചിൻ്റെ കേസിൽ എൻ്റെ ഒരു പ്രോസസ്സ് പറയുകയാണെങ്കിൽ ഞാൻ എന്നും കോമ്പറ്റീറ്റേഴ്സിന് പഠിക്കാം. കാരണം ഏറ്റവും കൂടുതൽ റിസേർച്ച് ചെയ്യൽ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഞാനത് കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് അഡ്വർടൈസിങ് ബേസ് ആയിട്ടുള്ള കുറച്ച് റിസേർച്ചസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ടൈമിൽ അഗൈൻ ബ്രാൻഡിങ്ങിനെ വെച്ച് പറയാം. ബ്രാൻഡിങ്ങിന് റിസേർച്ചിനെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുക, കോമ്പറ്റീറ്റേഴ്സിന് പഠിക്കുക, ഫസ്റ്റ് മാർക്കറ്റ് പഠിക്കുക എന്നുള്ള. റിസേർച്ച് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഓക്കെ നമ്മൾ ഒരു ഡാറ്റാസ് എടുക്കണം, നമ്പേഴ്സ് ഒബ്വിയസ്ലി ഉണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ബേസിക് റിസർച്ച് എന്ന് പറയുന്നത് ഒന്നുമില്ല. നമ്മൾ അവരൊന്ന് നോക്കിയാൽ മതി, അവരെങ്ങനെയാണ് മാർക്കറ്റിൽ ബിഹേവ് ചെയ്യുന്നത്, അവരുടെ ബ്രാൻഡ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ആൾക്കാർ എങ്ങനെയാണത്. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ആൾക്കാർ എങ്ങനെ വാങ്ങുന്നു, അപ്പോൾ ആ യൂസറിൻ്റെ പേഴ്സണാണ് മനസ്സിലാക്കുക.
പിന്നെ അതുപോലെ അവരെ സ്പോട്ട് മനസ്സിലാക്കുക, അവരെ സ്ട്രെങ്ത് എന്താ, അവരെ വീക്ക്നെസ് എന്താ, പിന്നെ അതുപോലെ അവരെ ത്രെഡ്സ് എന്തൊക്കെ, അതിൽ അവരെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെ, അതൊക്കെ ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാർക്കറ്റിനെ കംപ്ലീറ്റ് പഠിക്കുക എന്നുള്ളതാണ്. റിസർച്ച് വെരി ഈസിയാണ്. ഇപ്പോൾ ബ്രാൻഡിങ്ങിൻ്റെ കേസിൽ പറയാനാണെങ്കിൽ ചെയ്യാൻ ഒന്നുമില്ല. നമുക്കിപ്പോൾ റിസർച്ചിനെ കുറിച്ച് അറിയില്ല, ഓക്കെ നമുക്ക് എന്തെങ്കിലും റിസർച്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ എന്നും പറയുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ കോമ്പറ്റീറ്റർ ഒന്ന് പഠിക്കാം, ഒരു കേസ് സ്റ്റഡി വർക്ക് ചെയ്യാം, അതാണ്. പക്ഷേ വെരി ഇമ്പോർട്ടൻ്റ് ആണ് റിസർച്ച് ചെയ്യാന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു ഗോ എന്ന് പറയുന്നൊരു ബ്രാൻഡ് വന്നത് റിസർച്ച് ചെയ്തുകൊണ്ടാണ്. ഞാനൊന്നും ബ്രാൻഡിങ്ങിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന സംഭവമാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഭവം വേണം, അല്ലെങ്കിൽ റൂള് ബ്രേക്ക് ചെയ്യുന്നൊരു ബ്രാൻഡ് ആയിരിക്കണം, ആ ഇൻഡസ്ട്രി തന്നെ ചേഞ്ച് ചെയ്യുന്നൊരു ബ്രാൻഡ് ആയിരിക്കണം എന്നുള്ളത്. എൻ്റെ എക്സാമ്പിൾ പറയുന്നത് ഞാനിപ്പോൾ വെരി റീസെൻ്റ്ലി ഇന്റീരിയർ ഡിസൈൻ ബേസ് ആയിട്ടുള്ളൊരു ബ്രാൻഡിങ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവര് ഇനീഷ്യൽ ഫേസിൽ ഞാൻ മൂഡ് ബോർഡ് കൊടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ആ മൂഡ് ബോർഡിൻ്റെ സമയത്ത് ഞാൻ അവർക്ക് ഓക്കെ എനിക്കൊരു ഐഡിയ ഉണ്ട്, അതിന് ഹുക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു ഐഡിയ ഇട്ടു. റീബ്രാൻഡിങ്, അവർ ആക്ച്വലി റീബ്രാൻഡിങ് ആയിട്ട് വന്നതാണ്. അപ്പോൾ റീബ്രാൻഡിങ് ആ ഒരു കമ്പനീന്റെ പകരം ഞാൻ റീബ്രാൻഡിങ് ഹോൾ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ട് അതിന് കൊണ്ടുപോയിണ്ടായിരുന്നത്. അതിന്റെ റീസൺ എന്താ വെച്ചാൽ, സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ ആ ഒരു റൂൾ ബ്രേക്കിംഗ് സംഭവം വന്നതിന് ആൾക്കാർക്ക് എന്താ പറയാ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അപ്പം റീബ്രാൻഡിങ് ഹോൾ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു ആ ഒരു ഇന്റീരിയർ ഡിസൈനിന്റെ. കാരണം ഇന്റീരിയർ ഡിസൈനെ കുറിച്ച് പറയാനാണെങ്കിൽ അറിയാലോ, നിങ്ങൾക്കറിയാം. ഓക്കെ, നമ്മൾ എല്ലാവരും പെർസ്പെക്റ്റീവില് എസ്തെറ്റിക്കിന് പ്ലീസിങ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് നമ്മൾ ബിഹേവിയറിനെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്, അല്ലെങ്കിൽ നമ്മൾ ബിഹേവിയറിനെ അനുസരിച്ചിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ആക്ച്വലി, അല്ലെങ്കിൽ നമ്മൾ ബിഹേവിയറിനെ സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതൊക്കെ അതാണ് ആക്ച്വലി ഒരു ഇന്റീരിയർ ഡിസൈനിന്റെ ഒരു അജണ്ട, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ്, കോർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ലൈഫ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ബിഹേവിയറും പിന്നെ നമ്മളൊരു ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇന്റീരിയർ ഡിസൈൻ. അപ്പോൾ അതൊക്കെ കോർ കോൺസെപ്റ്റ് ഒക്കെ വെച്ചുകൊണ്ടുള്ള ബ്രാൻഡിങ് അയക്കണം ഈ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിന്റെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ രീതിയിൽ പ്രസന്റ് ചെയ്തപ്പോൾ ഒരു ഭയങ്കര കൺവിൻസ് ആയി, ഓക്കെ ഇതാണ് നമുക്ക് വേണ്ടിയതെന്ന് പറഞ്ഞിട്ട് ഒരു ചെയ്യുന്ന സംഭവം. പക്ഷെ ഒന്ന് റീകോൾ ചെയ്തപ്പോൾ അതിന്റെ പെർസ്പെക്റ്റീവ് ഒന്ന് മാറി, ആൾക്കാർക്ക് പെർസ്പെക്റ്റീവ് ചേഞ്ച് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഞാനെന്നും ശ്രദ്ധിക്കുന്ന ഒരു സംഭവം, ഒരു ബ്രാൻഡിങ് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്തൊരു പ്രോജക്റ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ എങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. യൂഷ്വലി കാണുന്നതിൽ നമുക്കൊരു ഓക്കെ യൂണീക്ക് ആവുന്നത് പെർസ്പെക്റ്റീവ് ചേഞ്ചിലാണ്. അപ്പം ആ ഒരു യൂണീക്നെസ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ഞാൻ ചിന്തിക്കാറ്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് റിസർച്ച് ചെയ്യാറുണ്ട്. അപ്പം അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. ഇപ്പം റിസർച്ചിൻ്റെ ബേസിക് പ്രോസസ്സാണ് നമുക്ക് എങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. കാരണം ഞാനൊന്നും വിശ്വസിക്കുന്നത് ക്രിയേറ്റിവിറ്റി ക്രിയേറ്റ് ചേഞ്ച് ഇതാണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എല്ലാം ആണ്, നമ്മുടെ മുന്നിൽ കാണുന്ന എല്ലാം ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവം. അതിനൊരു ചേഞ്ച് വരുമ്പോഴാണ് അത് യുണീക്കാണ്. അപ്പം അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രേറ്റ്. ആൻഡ് ഫഹീം ഓൺലൈനിൽ പഠിച്ച ആളാണ്, ലൈക്ക് ഓൺലൈൻ ബ്രാൻഡിങ്ങിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഓൺലൈനിലായിരുന്നു ജോയിൻ ചെയ്തത്. അപ്പോൾ നമുക്ക് പഠിക്കാന്നുള്ളത് അല്ലെങ്കിൽ ലേൺ ചെയ്യാം ഓൺലൈൻ ഒരു ബാരിയർ ആയിരുന്നോ? ആൻഡ് യൂട്യൂബ് പഠിക്കുന്നതാണോ? എന്താ ചെയ്യേണ്ടത്, എന്താ വേണ്ട പഠിക്കാൻ വേണ്ടിയിട്ട്? ഞാൻ ഡിസൈനിങ് കുറേയൊക്കെ മനസ്സിലാക്കി ടൂൾസ് ഒക്കെ പഠിച്ച് യൂട്യൂബ് നോക്കിയിട്ടാണ്. പക്ഷേ ഞാൻ ബ്രാൻഡിങ്ങിൻ്റെ ഓൺലൈൻ സെഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് അത് ഓൺലൈനായിട്ട് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ള ഫസ്റ്റ് തിങ്. കാരണം ഇപ്പോൾ ഞാൻ മെൻറ്ററായിട്ട് നിൽക്കുമ്പോഴും എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കാം എല്ലാവരും. നമ്മൾ നേരിട്ട് സംസാരിക്കുന്ന ഫീൽ എനിക്ക് ഓൺലൈനിൽ കിട്ടിയിട്ടുണ്ട്, അത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവണം, കാരണം എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം ഓൺലൈനിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അതിന് കുറച്ച് എന്താ പറയുക ഡീമെറിറ്റ്സ് ഉണ്ട്. അറിയുന്ന പോലെ ഫസ്റ്റ് ഓഫ് ഓൾ ഓൺലൈനാണ് ഒരു ബാരിയറായിട്ട് ചിലവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ചിലവർക്ക് അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഓരോരുത്തരുടെ കംഫർട്ട് സോൺ പോലെ ആയിരിക്കും. പക്ഷെ നീ ഇന്നൊരു കേസിൽ പറയാനാണെങ്കിൽ എനിക്ക് ഓൺലൈൻ അത്ര ഫീൽ ചെയ്തില്ല, ഓൺലൈനായിട്ട് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് നബാൻഖാനെ എല്ലാവരും ഞാൻ ഇവിടെ വന്നിട്ടാണ് കാണുന്നത്. ഞാൻ ഡിസൈൻ സ്കൂൾ വന്നിട്ടാണ് എല്ലാവരും കാണുന്നത്. ഞാൻ ഓൺലൈനിലായിരുന്നു കൂടുതലുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര വെർച്വലായിരുന്നു. അപ്പോൾ ഞാൻ സഫാനും നന്ദിത എല്ലാവരും ഇവിടെ വന്നിട്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ നിങ്ങളടുത്ത് നിന്ന് സംസാരിക്കുന്ന അതേ ഫീലിംഗ് ആയിരുന്നു നമ്മൾ ഓൺലൈനിൽ സംസാരിക്കുമ്പോൾ. പക്ഷെ ഓൺലൈനിലും വെച്ച് ബാക്കി ഇപ്പോൾ ഓക്കെ ക്ലാസ്സസ് ആക്ച്വലി കുറച്ചുകൂടി എഫക്റ്റീവ് ഓഫ്ലൈനാണ്. പക്ഷെ ഓൺലൈനിൽ എഫക്റ്റീവ് ആകുന്ന രീതിയിലുള്ളൊരു പ്രോസസ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റിവിറ്റി പെർസ്പെക്റ്റീവ് ഒക്കെയാണ് ഇത് ഒരാൾ ഫൈൻഡ് ചെയ്യേണ്ട സാധനമാണ്. കറക്റ്റാണ് അല്ലേ? ഒരാൾ കിട്ടേണ്ട, ഒരാൾ സ്വന്തമായിട്ട് പഠിച്ചെടുക്കുന്ന സാധനം. ഇതിനെ നമ്മൾ സംസാരിച്ചിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളൂ. ഇപ്പോൾ എന്താ പറയുക, ഒരാൾ പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യാൻ അയാൾ തോട്ട് പ്രോസസ്സ് ഇങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കി നമുക്കൊരു 4-5 ഡോർ ഓപ്പൺ ആക്കി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് കൈ പിടിച്ച് കൊണ്ടുപോകണം എന്നില്ലല്ലോ.
അല്ലേ നമുക്ക് സംസാരിക്കും. ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ ഒരു ഞാൻ എന്താ പറയുക, ഇനി ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് സഫായിട്ട് മാഷിൻ്റെ ഇതൊക്കെ ഉണ്ട്. ഇവരാണ് എൻ്റെ തോട്ട് പ്രോസസ് ഇങ്ങനെ ആലോചിക്കേണ്ടത്, ഇതായിരിക്കും ബെറ്റർ എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ലൈക്ക് അത് ആ ഒരു ടോക്കാണ് ഇമ്പോർട്ടൻറ്റ്. അത് ഓഫ്ലൈൻ ആവണം ഓൺലൈൻ ആവണം എന്നുള്ളത് ഇല്ല. ഓഫ്ലൈൻ ആകുമ്പോഴത്തേക്ക് തോൽവിയായിട്ട് പഠിക്കാം, ഓൺലൈൻ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ പഠിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ എനിക്കൊന്ന് നമ്മളെല്ലാം പെർസ്പെക്റ്റീവ് കണക്ട് ആയിട്ടുണ്ടെന്നുള്ളതാണ് ആക്ച്വലി. എനിക്ക് തോന്നുന്നത് അതാണ്. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നതിൻ്റെ ഒരു ക്ലാരിറ്റി, അല്ലെങ്കിൽ നമ്മൾ കൂടുതലും എനിക്ക് തോന്നുന്നത് നമ്മൾ എക്സ്പീരിയൻസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് ഓൺലൈൻ ഒരു ഓഫ്ലൈനായിട്ട് ഫീൽ ചെയ്തിട്ടില്ല, ഓൺലൈനായിട്ട് തോന്നാതിരുന്ന റീസൺ അതായിരിക്കും. പിന്നെ വലിയ ഓൺലൈൻ വലിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ ജോയിൻ ചെയ്ത ബാച്ചിൽ ഉള്ള ആൾക്കാരുണ്ടല്ലോ, ഒരാൾ പ്രിന്റിങ് മീഡിയയിൽ കുറേ വർഷമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ടീച്ചിങ് ചെയ്യുന്ന ഒരാൾ മറ്റേത് ചെയ്യുന്ന ആൾ. അപ്പോൾ ഇതിങ്ങനെ വേഴ്സറ്റൈലാണ്, കുറേ ടൈപ്പ് ഓഫ് ആൾക്കാരെ ഇങ്ങനെ കണക്ട് ആവുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പോൾ നമുക്ക് പ്രിന്റിങ്ങിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മൂപ്പരെ വിളിക്കാം. സത്യമാണ്. അതാ അത് ഒരു മെൻറ്റർ ഉണ്ടായിരുന്നു അതിൽ. ഒരു മെൻറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഒരു പരിപാടി ഓൺലൈനിൽ നടക്കുന്നുണ്ട്, എസ്പെഷ്യലി നമ്മുടെ മാസ്റ്റർ ക്ലാസ്സിൽ. പക്ഷേ ഞാൻ GD നമ്മൾ ഗ്രാഫിക് ഡിസൈൻ ബാച്ചിലുള്ളവരായിട്ട് വർത്തം പറയുമ്പോഴും അവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. കാരണം ഓൺലൈൻ ആണെങ്കിൽ പോലും ഓക്കെ നമ്മൾ ഫുൾ ടൈം അവൈലബിൾ ആണെന്നുള്ളൊരു ഫീൽ ഉണ്ട്. ഇപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിൽ ക്ലാസ് കഴിഞ്ഞാൽ പോയി നമ്മൾ പിന്നെ ചാറ്റ് എത്തിക്കണം. പക്ഷെ മറ്റേന്ന് വെച്ചാൽ ഓൾറെഡി ഓൺലൈനിൽ തന്നെ കണക്ട് ചെയ്ത് തരുന്നതിനോട് ഒരു കുറച്ചുകൂടി ഈസി ആണ് നമ്മളായിട്ട് കണക്ട് ആവാനും. എനിക്ക് തോന്നുന്നു എല്ലാവരുമായിട്ട് കണക്ട് ആവാനും ഓൺലൈൻ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഓഫ്ലൈനാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള. പക്ഷെ അതിനെ എന്നെ കൺവിൻസ് ചെയ്ത് ഞാൻ എന്താ പറയുക പഠിച്ച ഓൺലൈൻ സെഷനാണ്. കറക്റ്റാണ്. കാരണം ഞാൻ കൺവിൻസ് ആയി അത് ആക്ച്വലി. അത് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് എൻ്റെ സെഷൻസിൽ. എനിക്ക് തോന്നുന്നത് അവർക്കും ആ ഫീൽ ആകാൻ തോന്നുന്നുണ്ട്. കാരണം ഇന്നലെ നമ്മൾ കുറേ സംസാരിച്ചപ്പോൾ ഭയങ്കര രസമായിരുന്നു, ടൈം ഒന്നും അറിഞ്ഞിട്ടില്ല. ഓക്കെ, അതിന് നമുക്ക് എൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുകയാണ്. ഓക്കെ, ഫൈമിന് എന്തിനാ ഒരു ക്രിയേറ്റീവ് ഇക്കോസിസ്റ്റം, എന്തിനാ അത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത്? ഓക്കെ, എന്നെ സംബന്ധിച്ചിട്ട് എന്താ പറയുക, എൻ്റെ സറൗണ്ടിങ്ങിലുള്ള ആൾക്കാർ ഇപ്പം ക്രിയേറ്റീവായിട്ടുള്ള സംസാരിക്കണമെന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഓഫീസിൽ പോകുമ്പോഴും എനിക്ക് അവിടെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. എല്ലാവരും സംസാരിക്കുന്നത് ക്രിയേറ്റീവായിട്ടുള്ള തോട്ട്സുകളാണ്. ഓരോരുത്തരുടെ വർക്ക്സ് കാണുമ്പോഴും ഓക്കെ എനിക്ക് അങ്ങനെ ചെയ്യണം, ഓക്കെ നമുക്കൊരു ഡെയിലി ഒരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ആസ് എ മീ എന്താ പറയുക, എനിക്ക് എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ഭയങ്കര ലാക്കാം. എനിക്ക് ഓരോരുത്തരുടെ വർക്ക് കാണുമ്പോഴോ അല്ലെങ്കിൽ ഓരോരുത്തർ ചെയ്യുന്നത് കാണുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഒരു ഓക്കെ ചെയ്യണം എന്ന് പറയുന്ന സംഭവം ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നമ്മളെ എന്താ പറയുക 12 days ചാലഞ്ചിൽ അത് വന്നപ്പോഴാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ഫീൽ കിട്ടിയ നമുക്കൊരു കിക്ക് കിട്ടുന്നത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എക്കോസിസ്റ്റം ബിൽഡായോ വെച്ചാൽ ബിൽഡിങ് എന്ന് വെച്ചാൽ കുറേ ഫ്രീലാൻസേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വർക്ക് ഉണ്ടോ ചോദിക്കാറുണ്ട്. നമ്മൾ കൂട്ടത്തിലുള്ള നല്ല നല്ല ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ മിസ്സാവണ്ട, അവരായിട്ടുള്ള കണക്ഷൻ എനിക്കും വേണം. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഡോപ്പമീൻ നമ്മൾ കീപ്പ് ചെയ്യുന്ന സെയിം ആ ഒരു അത് തന്നെ ഡോപ്പമീൻ. തോന്നുന്നു ഫൈമിൻ്റെ കൂടെ നമ്മളിവിടെ ഓഫ്ലൈൻ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ബ്രാൻഡിങ്ങിലുള്ളതാണ്. അപ്പോൾ ഈ കണക്ഷൻ ഉണ്ടാവുന്നുണ്ടല്ലേ? കറക്റ്റാണ്. ഈവൻ ഞാൻ ഓഫീസിലേക്ക് വന്ന സമയത്ത്, ഇവിടെ ഡിസൈൻ സ്കൂളിൽ വന്ന സമയത്തും എനിക്കറിയാതെ കുറെ ആൾക്ക് എൻ്റെ അടുത്തുണ്ട് ടൈം റാസിലേക്ക് അറിയാം. ഓക്കെ എനിക്കറിയില്ല, പക്ഷെ ഒരിക്കലും എന്നെ അറിയാം. അപ്പം അത് ഓൺലൈനിൽ വർക്ക് ആവുന്നുണ്ട്. പിന്നെ എനിക്ക് ഈവൻ ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികളെ 1-2 പേര് എനിക്ക് ഇന്ന് മെസ്സേജ് അയച്ചിട്ട് എങ്ങനെയുണ്ട് ബ്രോ ഇങ്ങനെ ക്ലാസ് കാരണം ഞാൻ പറഞ്ഞു ഞാൻ മെൻറ്ററാണ്. അവർ വിചാരം ഞാൻ സ്റ്റുഡൻ്റ് ആണെന്നല്ല. ഞാൻ പറഞ്ഞു അടിപൊളിയാണ്, ഇന്നത്തെ ക്ലാസ് വരുന്നത് ഞാൻ മെൻറ്ററാണ്, നിങ്ങൾ ഏതിലൊക്കെ വരുന്നത് ഗ്രാഫിക് ഡിസൈനിലോട്ടാണ് വരുന്നത്. ചിലർ മാർക്കറ്റിംഗ് പോകുന്നവർ എനിക്ക് മെസ്സേജ് ഇങ്ങനെ ഞാൻ മാർക്കറ്റിംഗ് ആണ് ഞാൻ നോക്കിക്കോളാം. അടിപൊളിയാണ്, നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. കാരണം ഇവിടെ ഞാൻ മനസ്സിലാക്കിയ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂളിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിൻ്റെ അപ്പുറത്ത് നമുക്ക് ആരായിട്ട് കണക്ട് ചെയ്യാം, ആരായിട്ട് സംസാരിക്കാം. ഇപ്പോൾ ഓക്കെ ഇപ്പം വേറൊരു ഒരു ബാച്ചത്തെ സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് വന്നിട്ട് പ്രൊജക്റ്റ് കാണിച്ചെന്ന് എനിക്കത് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈവൻ ആസ് എ മെൻറ്റർ എന്നുള്ള രീതിയിൽ പോലും എനിക്ക് ഒരിക്കലും മെൻറ്ററായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ല. എനിക്ക് മുകളിലേക്ക് എന്താ പറയുക, അവർ കൂടെ ഇരുന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, അത് അവരടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അവർക്കും കുറേ കാര്യങ്ങൾ അറിയാം, അവരുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ലിറ്ററലി പറയുകയാണെങ്കിൽ എവരി വൺ ഈസ് എ മെൻറ്റർ. എനിക്ക് നമ്മളെ മെൽവിൻ തമ്പി പറഞ്ഞാണ് എനിക്ക് കുറച്ച് റൈറ്റ് ചെയ്ത് തോന്നി. എവരി വൺ ഈസ് എ മെൻറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാവരുടെ പഠിക്കാനുണ്ടല്ലോ. കറക്റ്റാണ്. എനിക്കിപ്പം ഓക്കെ ഞാൻ 2 കൊല്ലം മുമ്പ് കൂടുതൽ ഇത് ഫീൽഡിലേക്ക് വന്നതുകൊണ്ട് ഞാൻ ടോപ്പല്ല.
എന്നെക്കാട്ടി നന്നായി ചെയ്യുന്ന പിള്ളേർ എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അത് ഓരോരുത്തുനിന്ന് കിട്ടണം, ഓരോരുത്തും പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ കാണാൻ, അങ്ങനെ പോകാനുള്ളത്. ലൈക്ക് സ്റ്റുഡൻസിൻ്റെ അടുത്ത് പഠിക്കാനുണ്ടാവും, ഓരോ പെർസ്പെക്റ്റീവ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണുള്ളത്. ആൻഡ് ഇതിൽ ഞാനൊരു ലൈക്ക് എൻ്റെ ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ്, ഇൻ ദ ഫ്യൂച്ചർ ഫഹീം ആസ് എ മെൻറ്റർ എന്താണ് ഈ ക്രിയേറ്റീവ് ഫീൽഡിലുള്ള അല്ലെങ്കിൽ ക്രിയേറ്റീവ് സൊസൈറ്റി? ആസ് എ മെൻറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്ലാൻഡ് മെൻറ്റർ അല്ല. അത് കറക്റ്റാണ്. ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്ത് ടീച്ചർ എന്നുള്ളതല്ല, ഒരു ഡിസൈനർ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു ഡിസൈനർ രീതിയിൽ പറയാനാണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. നമ്മൾ എല്ലാവരും പറയുന്നൊരു പ്രോബ്ലം ഉണ്ട്, എനിക്ക് ക്രിയേറ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര സെൽഫ് ഡൗട്ട് ആകുന്നുണ്ടെന്നുള്ള. ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഡിസൈനറായിട്ട് കണ്ട, നമ്മളൊരു ആർട്ടിസ്റ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാ പ്രവർത്തിയും സൊല്യൂഷൻ എന്നുള്ള. അപ്പം എനിക്ക് എല്ലായിടത്തും പറയാനുള്ളത് ക്രിയേറ്റിവിറ്റി ക്രിയേറ്റ്സ് ചേഞ്ച് എന്നാണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സറൗണ്ടിങ്ങിലെ എല്ലാ സംഭവമാണ്, ഇന്നതെന്നില്ല. നമ്മളിപ്പോൾ ഒരു ബുക്ക് കാണുന്നുണ്ടെങ്കിൽ അതൊരു എലമെൻറ്റാണ്, അത് ക്രിയേറ്റീവ് എലമെൻറ്റാണ്. ഒരിക്കലും അതിനൊരു കുറേ സ്റ്റോറീസ് പറയാനുണ്ടാവും. നമ്മളൊരു ബുക്ക് നീക്കി കഴിഞ്ഞാലും അതിനൊരു സ്റ്റോറി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടേക്കും നീക്കുന്നുണ്ടാവും, അങ്ങനെ ചിന്തിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നപ്പോൾ ഈവൻ നമ്മളൊരു ലൈന് വരച്ചാൽ പോലും എന്താ പറയുക, അതൊരു ആർട്ടായിട്ട് കാണുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളുള്ളത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ക്രിയേറ്റിവിറ്റിനെ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത് എന്നുള്ള. കാരണം ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ സറൗണ്ടിങ്ങിലുണ്ട്, അത് നമുക്ക് ഉണ്ട്, അത് നമ്മൾ ക്യാച്ച് ചെയ്യാം. അല്ലെങ്കിൽ അത് ക്യാച്ച് ചെയ്യണ്ട, നമുക്ക് ഉണ്ട്, നമ്മുടെ കൈമിലുണ്ട്. ഡിസൈനേഴ്സിന് തേർഡായി ഉണ്ട്, നബാൻക പറഞ്ഞ സംഭവം, നിങ്ങൾ പറഞ്ഞ സംഭവം ഡിസൈനേഴ്സിന് തേർഡായി ഉണ്ട് ആണ്. കാരണം നമ്മളിപ്പോൾ ഞാൻ ഡിസൈനർ ആവുന്നത് വർക്ക് ചെയ്തിട്ടാണ്, ഞാൻ ഫ്രീലാൻസ് വർക്ക് ചെയ്തിട്ടാണ് ഡിസൈനർ. ഞാൻ ഒരിക്കലും ഫോണ്ട് ഇത്ര സൈസിൽ വേണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഹൈറാർക്കി ഉണ്ട്, ഇതിനൊരു അലൈൻമെന്റ് ഉണ്ട്, ഒന്നും പഠിച്ചിട്ടല്ല ഞാൻ ഡിസൈനർ ആയത്. പക്ഷെ ഞാൻ ഇവിടുത്തെ മാസ്റ്റർ ക്ലാസ് വന്നപ്പോൾ നിങ്ങൾ ടെക്നിക്കലി അതിൻ്റെ ഒരു പരിപാടീസ് പറഞ്ഞപ്പോഴാണ് ഓക്കെ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇതൊക്കെ എനിക്ക് അറിയണല്ലോ, പക്ഷെ ഇതിനൊരു ടേംസ് ഒക്കെ ഉണ്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ഇതാണ് ഡിസൈനേഴ്സ്, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു തേർഡ് പെർസ്പെക്റ്റീവ് ഉണ്ട്, അത് എല്ലാവരും മനസ്സിലാക്കുക, വർക്ക് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു മേജർ പരിപാടി. ഞാൻ ഇതിലേക്ക് ആടെയാണ് ലൈക്ക് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ എന്നെ ആരിസ് കിട്ടുന്ന ഡിസൈൻ പ്രോണർ എന്നുള്ളത്. അപ്പോൾ എനിക്കത് ഇട്ടപ്പോൾ ഭയങ്കര ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു നമ്മൾ പുറത്തായിട്ട്, ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്, ദുബായിലത്തെ ഒരു ഏജൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവിടുത്തെ ഡിസൈൻ ആൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബീഡിയാണ് അതിന് റിവ്യൂ കൊടുക്കുന്നത്. ഡിസൈനറിൻ്റെ തേർഡ് ഐൻ്റെ അത് കാണുന്നില്ലല്ലോ. അപ്പോൾ ഡിസൈനേഴ്സിന് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ ചെയ്യുന്ന ജോബിൽ അവർ കാണുന്ന ഒബ്സർവേഷനിൽ അവർക്ക് സ്കില്ലുണ്ട്. അവർക്ക് ചിലപ്പോൾ സംസാരിക്കാൻ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും, അല്ലെങ്കിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇത് മാറണം, ഇത് മാറ്റുന്ന ഒരു സൊസൈറ്റി, അല്ലെങ്കിൽ ഇത് മാറ്റുന്ന ഒരു ബഞ്ച് ഓഫ് ആൾക്കാരെ, അല്ലെങ്കിൽ ഇത് മാറുന്ന ആൾക്കാരായിരിക്കും ഇനി വരാൻ പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ലൈക്ക് ഡിസൈൻ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന ഒരാൾ അവരെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതും, അല്ലെങ്കിൽ അവർക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതും, ഒരാൾ എഡിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തുകൊണ്ട് അങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് പറയാൻ പറ്റുന്ന ഒരു ഡിസൈനർ ആവണമെങ്കിൽ, അങ്ങനത്തെ ഒരു ക്രിയേറ്റർ ആവണം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഡിസൈൻ സ്കൂൾ ആഗ്രഹിക്കുന്ന ഡിസൈനേഴ്സ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ പറ്റട്ടെ, ഉണ്ടാവുന്നുണ്ട്. അത് ഞാനിന്ന് സേവിക്കാരെടുത്ത് പറഞ്ഞിട്ട് ഇനി മുതൽ അങ്ങോട്ട് ഡിസൈനർ എന്ന് പറഞ്ഞ ടാഗ് മാറാൻ പോവാം. ഇനി അങ്ങോട്ടേക്ക് എല്ലാവരും ഡയറക്ടേഴ്സ്, അല്ലെങ്കിൽ എല്ലാവരും ലീഡർഷിപ്പ് ക്വാളിറ്റിയിലോട്ട് വരണം എന്നുള്ള. കാരണം ഫ്രീലാൻസിങ് കരിയറിൽ എൻ്റെ മെയിൻ ഐഡിയ അതായിരുന്നു, മെയിൻ അജണ്ട അതാണ്. ഓക്കെ, നമ്മൾ ഡിസൈനർ എന്ന് പറയുമ്പോൾ ഒരു വർക്ക് തന്നു, അത് ബ്രീഫ് ചെയ്ത് കൊടുക്കാന്നുള്ള. നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാം, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ, ഒരു ബെറ്റർ ഐഡിയ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റണം, കൺവിൻസ് ചെയ്യാൻ പറ്റണം. ആ ഒരു കൈൻഡ് ഓഫ് ഡിസൈനർ ആണ്. അപ്പോൾ ഡിസൈനിൽ നിന്നൊക്കെ മാറി കുറച്ചുകൂടി ഒരു ഡയറക്റ്റ് ഡിസൈൻ, അല്ലെങ്കിൽ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു സംഭവത്തിലോട്ട് കൊണ്ടുവരാൻ. കാരണം ഇപ്പം വേൾഡ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കരിയർ ഇതിലൊരു ഷിഫ്റ്റ് വരുന്നുണ്ട്. ഞാൻ ശരിക്കും ഫീൽ ചെയ്തത്. അപ്പോൾ TBWയിൽ പോലും ഡിസൈനേഴ്സിന് ആരും എടുക്കുന്നത്, ആർക്കും ഡിസൈനേഴ്സിന് ആവശ്യമില്ല, എല്ലാവർക്കും ഡയറക്ടേഴ്സിന് മതി, ക്രിയേറ്റീവ് ഡയറക്ടേഴ്സിന് മതി. ഇപ്പോൾ നമ്മളെ കമ്പനി ഡിസൈനേഴ്സിന് എണ്ണം നോക്കുക വലിയ കുറവാണ്. അപ്പം ഇപ്പോൾ നമ്മളെ വരെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കാം, ഒരു ഡയറക്ഷൻ, ഒരു സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഡയറക്ടർ, അല്ലെങ്കിൽ റിസർച്ച് ഒക്കെ ചെയ്ത് വർക്ക് ചെയ്യുക, ഒരു ഐഡിയ കൊണ്ടുവരുന്ന ഒരാളായിട്ട് ബിൽഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നല്ലൊരു പരിപാടി എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് കുറേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്, മാസ്റ്റേഴ്സ് ആകുന്നുള്ളതാണ്. അതാണ്
ലൈക്ക് നമ്മളെ കരിയറിലേക്കും നമ്മളൊരു സ്ട്രാറ്റജി കാണണം എന്നുള്ളതാണ്. ഡിസൈനർ എന്നതാണ് കലാകാരൻ, ഡിസൈനർ അല്ല. അതെ. ആൻഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? അതെ. അപ്പോൾ നമ്മൾ കുറച്ചധികം സംസാരിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്.